ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ വിശദീകരണമാണ്. നമ്മുടെ നമ്മളിപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ പടിവാതിലിക്കലാണല്ലോ അല്ലേ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ എക്സാം നടക്കും. അപ്പോൾ അതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു PDF ആണ്. എല്ലാവർക്കും ഗ്രൂപ്പിൽ നിന്ന് ഇതിൻ്റെ കോപ്പി ലഭിച്ചിരിക്കും. ഇപ്പോൾ പരമാവധി പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. കാരണം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ എക്സാമിനേഷനായിട്ട് പരമാവധി വരിക. ഓക്കെ, ഇനി ഔട്ട് ഓഫ് സിലബസ് വരികയാണെങ്കിൽ പോലും ചുരുക്കം ചില ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൃത്യമായിട്ട് ഓരോ ഭാഗവും വിശദീകരിക്കാം. നമ്മുടെ സിലബസിൽ വരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഫിൽ അപ്പ് യൂസിങ് ഓൺലി ആർട്ടിക്കിൾസ്. അത് ഇംഗ്ലീഷിലെ എ ആൻഡ് ദി എന്നീ 3 ആർട്ടിക്കിളുകളുണ്ട്. ഈ 3 ആർട്ടിക്കിളുകൾ ഇവ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ താഴെ കൊടുത്ത വാക്യങ്ങൾ പൂരിപ്പിക്കാനാണ് ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ആർട്ടിക്കിളിനെ കുറിച്ച് ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇംഗ്ലീഷിൽ ധാരാളം നൗണുകളുണ്ട്. ഈ നൗണുകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ലെറ്ററായിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ, അക്ഷരങ്ങളായിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ, പിന്നെ വവൽ സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന, വവൽ ലെറ്റേഴ്സ് കൊണ്ട് ആരംഭിക്കുന്ന നൗണുകളുണ്ട്. കോൺസണൻ്റ് ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന നൗണുകളുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ലെറ്റേഴ്സ് അല്ല, സൗണ്ടാണ് പരിഗണിക്കുന്നത്. അതായത് വവൽ സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന നൗണുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. അതുപോലെ കോൺസണൻ്റ് സൗണ്ട് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന നൗണുകളെയും പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആപ്പിൾ, ഓറഞ്ച്, അംബ്രല്ല തുടങ്ങിയ വാക്കുകളിലൊക്കെ നമ്മൾ കാണുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാക്കുകളൊക്കെ ആരംഭിക്കുന്നത് ഒരു വവൽ സൗണ്ട് വെച്ചുകൊണ്ടാണ്. അതേസമയം കോക്കനട്ട്, മാംഗോ തുടങ്ങിയ വാക്കുകളെ പരിഗണിക്കുകയാണെങ്കിൽ ഇവയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഒരു കോൺസണൻ്റ് സൗണ്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ സൗണ്ടാണ് മുഖ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ വവൽ സൗണ്ട് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾ എടുക്കാം. ഓറഞ്ച്, ആപ്പിള്, അംബ്രല്ല, എഗ്ഗ് തുടങ്ങിയ വാക്കുകൾ. ഈ വാക്കുകളിലൊക്കെ തന്നെ സ്റ്റാർട്ടിങ് വരുന്നത് വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ മുമ്പിൽ നിങ്ങൾ ആന് എന്നൊരു വേർഡ് ചേർക്കണം. ആൻ. ഓക്കെ, ആനാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജുകൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻ ഓറഞ്ച്, ആൻ ആപ്പിൾ, ആൻ എഗ്ഗ്, അങ്ങനെ നമുക്ക് എക്സാമ്പിൾ പറയാം. അതേസമയം നമ്മൾ കോൺസണൻ്റ് ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ മുമ്പ് നമ്മൾ എ ആണ് ചേർക്കേണ്ടത്. എ കോക്കനട്ട്, എ മാംഗോ. ഓക്കെ, എന്നാൽ ഇതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ചില പദങ്ങൾ, ചില വാക്കുകൾ നമ്മൾ കാണുമ്പോൾ അവയുടെ സ്പെല്ലിങ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, അതിൽ കോൺസണൻ്റ് ലെറ്റേഴ്സ് ആവും ആദ്യം വരുന്നത്. എന്നാൽ പക്ഷേ ആ ഒരു വേർഡ് വായിക്കുമ്പോൾ നമ്മൾ സൗണ്ടായിട്ട് ആ ഒരു കോൺസണൻ്റ് സൗണ്ട് ഉച്ചരിക്കുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണിക്കൂർ എന്ന് മലയാളത്തിൽ പറയുന്ന നമുക്ക് ആ വേർഡ് എടുക്കാം, അവർ. HOUR. എച്ച് നമുക്കറിയാം കോൺസണൻ്റ് ആണ് ഇംഗ്ലീഷിൽ. പക്ഷേ അത് നമ്മൾ ആ വേർഡ് വായിക്കുമ്പോൾ എച്ച് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അത്തരം ഈ വാക്കുകൾ നമ്മൾ പരിഗണിക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ വവൽ സൗണ്ട് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാക്കായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ അവർ എന്നതിന് പകരം ആൻ അവർ എന്നതാണ് ശരിയായ പ്രയോഗം. അതുപോലെ തന്നെ നമ്മൾ യൂറോപ്യൻ എന്നൊരു വാക്കെടുക്കാം. യൂറോപ്യൻ, സാധാരണ യൂറോപ്പിൽ ജീവിക്കുന്ന ആളെയാണ് നമ്മൾ യൂറോപ്യൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ എന്ന വാക്ക് നമ്മൾ സ്പെല്ലിങ് നോക്കുമ്പോൾ ആരംഭിക്കുന്നത് EU ആണ് ഫസ്റ്റ് അക്ഷരങ്ങൾ. അപ്പോൾ അത് രണ്ടും വവലാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്നാൽ ഈ വാക്ക് വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ വാക്ക് യൂറോപ്യൻ എന്ന് വായിക്കുന്നില്ല, യൂറോപ്യൻ എന്ന് വായിക്കുന്നത്. അപ്പോൾ നമ്മളറിയുന്ന നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വ്യഞ്ജനാക്ഷരമാണ്, അഥവാ കോൺസണൻ്റ് ആണ്. അക്കാരണം കൊണ്ട് തന്നെ ഈ യൂറോപ്യൻ എന്ന വേർഡ് ശബ്ദം നോക്കുകയാണെങ്കിൽ യു വരുന്നുകൊണ്ട്
അതൊരു കോൺസണന്റ് സൗണ്ടായിട്ടാണ് മാറുന്നത്. അവിടെ നമ്മൾ ആൻ യൂറോപ്യൻ എന്നല്ല എ യൂറോപ്യൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ദി യൂസ് ചെയ്യുന്ന കേസാണ്. ദി എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ആളെ കാര്യം അല്ലെങ്കിൽ ആ ഒരു കോമൺ നൗണിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇന്ത്യ അതിന് മുമ്പിൽ വെക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയാണ്, ഐ സോ എ മാൻ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു. ദ മാൻ ഹാസ് സ്ക്വിൻഡ് ഐസ്. ആ മനുഷ്യന് കോങ്കണ്ണായിരുന്നു. ഈ സ്ക്വിൻഡ് ഐ എന്ന് പറഞ്ഞ കോങ്കണ്ണാണ്. ആ മനുഷ്യന് കോങ്കണ്ണായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത് ആ മനുഷ്യന് അർത്ഥം വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ ആൾ ആരാണോ അയാളെ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം വെക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ദി എന്ന വേർഡ് മാൻ്റെ മുമ്പ് യൂസ് ചെയ്തത്. ഇതാണ് ദീൻ്റെ ഒരു പ്രയോഗം. ദീൻ്റെ ഒരു ഏറ്റവും പ്രസക്തമായ പ്രയോഗം ഇതാണ്. ഇത് കൂടാതെ നമ്മൾ ഈ സൂപ്പർലൈറ്റ്, നമ്മൾ അഡ്ജക്റ്റീവ് എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ അഡ്ജക്റ്റീവിന് 3 ഡിഗ്രികളുണ്ട് എന്നും പിന്നെ പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലൈറ്റീവ്. അപ്പോൾ അതിൽ സൂപ്പർലൈറ്റീവ് ഡിഗ്രിയിൽ വരുന്ന അഡ്ജക്റ്റീവിൻ്റെ മുമ്പ് ദി യൂസ് ചെയ്യണം. അപ്പോൾ ദി ലോങ്ങസ്റ്റ്, ദി ഹയസ്റ്റ്, ദി സ്മോളസ്റ്റ്, ദി ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, മനസ്സിലായില്ലേ? യെസ്. എന്നാൽ ഇത് കൂടാതെ ദീൻ്റെ മറ്റൊരു യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ഈ യൂണിവേഴ്സലിൽ ഈ യുണീക്കായിട്ട് കാണുന്ന ഒബ്ജക്റ്റ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എർത്ത്, മൂണ്, സ്കൈ, അല്ലേ, സ്റ്റാറുകൾ കുറേ ഉണ്ടെങ്കിലും സ്റ്റാർ എന്ന വേർഡ് എന്താ പറയുക, ഒന്ന് മാത്രമേ ഉള്ളൂ. സോ അത്തരം വാക്കുകളെ യുണീക്ക് വേർഡ്സായി പരിഗണിക്കുന്നു. ആ വേർഡുകൾ പറയുമ്പോൾ അതിന് മുമ്പും ദി എന്ന പ്രയോഗം വരേണ്ടതുണ്ട്. ഓക്കെ, ദി എന്ന പ്രയോഗം വരേണ്ടതുണ്ട്. അപ്പം അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ട പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ ഈ PDF കാണുന്ന ഭാഗങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഫില്ലപ്സ് യൂസിങ് ഓൺലി ആർട്ടിക്കിൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചോയ്സ് ഇല്ല എങ്കിൽ പോലും നമുക്കിതിൻ്റെ ഒരു ആൻസർ പഠിക്കേണ്ടത് നിർബന്ധമാണ്. മീറ്റ് ഡാഷ് മാൻ ഇൻ ദ ബ്ലൂ ഡ്രസ്. അവിടെ ദി എന്ന വേർഡാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പ്രത്യേക മനുഷ്യൻ്റെ കാര്യമായതുകൊണ്ടാണ് അവിടെ ദി എന്ന വേർഡിൻ്റെ പിന്നെ പ്രസക്തി വരുന്നത്. ഹീ ഈസ് ദ മാനേജർ. സാധാരണ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാനേജറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഹീ ഈസ് ദ മാനേജർ എന്ന് പറയുക. തേർഡ്, ദ പോലീസ് ബുക്ക്ഡ്. അവിടെ നോക്കൂ നിങ്ങൾ, അവിടെ നമ്മൾ FIR അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കൊടുത്ത ആൻസർ കീ നമ്മൾ ഫോളോ ചെയ്യുക. ഇതിൻ്റെ റൂൾസുകൾ മനസ്സിലാക്കാതെ കേവലം ആൻസർ കീ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. കാരണം നമ്മൾ ഇനി പിന്നെ ഇത്തരം ഭാഗങ്ങളിൽ ഈ കറക്റ്റ് ആൻസർ തന്നെ ഈ PDF കൊടുത്തിരിക്കുന്ന ആൻസർ തന്നെ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് നോക്കുന്നത് ദ പോലീസ് ബുക്ക്ഡ് ആൻ FIR. അതുപോലെ ഹീ ഈസ് ആൻ MSc ഗ്രാജുവേറ്റ്. ഈച്ച് വൺ ഷുഡ് ഹാവ് എ ഡിക്ഷണറി. ഐ ഹാവ് എ കാർ. വൺ ഡേ an old man came to my village. An hour before it had happened. I waited for an hour. A Ravi phoned you yesterday. ഇന്നലെ നിങ്ങളെ ഏതോ രവി വിളിച്ചു എന്നാണ് പറയുന്നത്. A Ravi phoned you yesterday. Next, shall we have a race this evening? A race ആണ്. He is a member of the committee. Brutus was an honorable man. Hercules is the novel of H.G. Wells. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നോവൽ എന്ന കോമൺ വേർഡിന് മുമ്പ് നമ്മൾ ദി യൂസ് ചെയ്യേണ്ടതുണ്ട്. ഐ റീഡ് ദ ഇന്ത്യൻ എക്സ്പ്രസ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ യുണീക്ക് പെട്ടതാണ് കേട്ടോ. യുണീക്ക് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പേരിൽ വേറൊരു പത്രം വരുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്സ്റേ റൂം. ഓക്കെ, 17th, ദി ജാസ്മിൻ ഈസ് ദ സ്വീറ്റസ്റ്റ് ഫ്ലവർ. അവിടെ നമ്മൾ ജാസ്മിൻ എന്ന പ്രത്യേകമായ ഒന്നിനെ എടുത്ത് പറഞ്ഞപ്പോഴാണ് ദി യൂസ് ചെയ്തത്. പ്രത്യേകമായിട്ട് അങ്ങ് വരുമ്പോഴൊക്കെ നമ്മൾ ദി യൂസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. പുട്ട്. അവിടെ നമുക്ക് എയും ആനും ദിയും അല്ല, പകരം
അവിടെ നമ്മൾ എന്താ പറയുക അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ഷുഗർ. അതുകൊണ്ട് അതിന് ആസ്പദമായ വാക്ക് വേണം കൊടുക്കാൻ. ഓക്കെ, പുട്ട് സം ഷുഗർ, ഇവിടെ സമ്മാണ്. പുട്ട് സം ഷുഗർ ഇൻ മൈ കപ്പ് ഓഫ് ടീ. ഗിവ് മീ സം ആപ്പിൾ. ഈ ആപ്പിള് നിങ്ങൾ പറയും കൗണ്ട് ചെയ്തൂടെയെന്ന്, പക്ഷെ ആപ്പിൾ നമുക്ക് കൗണ്ട് ചെയ്യില്ല. കാരണം ഇന്നൊക്കെ അളന്നുകാണ്ട് പിന്നെ കിലോ കണക്കിനാണ് ആപ്പിൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പിന്നെ കറക്റ്റായിട്ട് ഗിവ് മീ സം ആപ്പിൾ, അവിടെ സമ്മാണ് ഉപയോഗിക്കുക. സമ്മ് കൂടുതലും അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാക്കിൻ്റെ മുമ്പാണ് കൂടുതൽ വരുന്നത്. നെക്സ്റ്റ്, കുലാലംപൂർ ഈസ് എ ബിഗ് സിറ്റി. ഓക്കെ, ഐ സോ എ വുമൺ അണ്ടർ എ ട്രീ. ഷീ ഹെൽഡ് എ ബേബി ഇൻ ഹെർ ആംസ് ആൻഡ് ഹെയറസ്. ഈ ഹെയറസ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുക, പിന്നെ അനന്തരാവകാശി എന്നർത്ഥം. സോ അനന്തരാവകാശി എല്ലാം സ്ത്രീ ആണെങ്കിലാണ് ആ വേർഡ് വരിക. അനന്തരാവകാശി എന്ന് മലയാളത്തിലില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഹെയറസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, സ്ത്രീ ആയിട്ടുള്ള അനന്തരാവകാശി. മലയാളത്തിലാണ് കറക്റ്റ് ഒരു വാക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ആൻ ഓണററി സെക്രട്ടറി ദി ഗോദാവരി. കാരണം ഗോദാവരി എന്ന റിവർ ഒന്ന് മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദി എന്ന വേർഡ് യൂസ് ചെയ്തത്. ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. ദ മോർ ദ മെറീസ്. ഇംഗ്ലീഷിൽ ദ മോർ എന്ന പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കേണ്ടത്. ഓക്കെ കേട്ടോ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ദ മോർ എന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. ദ മോർ ദ മെറീസ് എന്ന ആ പ്രയോഗമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഹെർക്കുലീസ് ഈസ് ഡാഷ് ഭീമ ഓഫ് ഗ്രീക്ക് മിത്തോളജി. അവിടെ ദ ഭീമ എന്ന വേർഡാണ് യൂസ് ചെയ്യുക. സോ ഭീമ ഒരു പ്രോപ്പർ നൗൺ ആയതുകൊണ്ട് ആണ് അവിടെ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പ്ലീസ് ഗിവ് മീ. അവിടെ കേട്ടോ ആ ഒരു ഭാഗം മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ശരിയായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ പോലും അതിനെ ഫോളോ ചെയ്യണം. അവിടെ സം മിൽക്ക് എന്നാണ് ശരിയായി വരേണ്ടത്. ബട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ആൻസർ കീ എ ആണ്. നമ്മൾ കമ്പ്യൂട്ടർ റീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ആൻസർ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ കേട്ടോ, എ മിൽക്ക്. നെക്സ്റ്റ്, എ സിൻസിയർ സ്റ്റുഡൻറ്റ് ഈസ് നെവർ ലേറ്റ് ടു ദി ക്ലാസ് അൺലെസ് ദർ ഈസ് എമർജൻസി. എ സിൻസിയർ സ്റ്റുഡൻറ്റ്, ഇവിടെ സിൻസിയർ എന്ന വേർഡ് വ്യക്തമാണ്. കാരണം കോൺസ്റ്റന്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന വേർഡ് ആണെങ്കിൽ എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് അൻ ആപ്പിൾ ആൻഡ് ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നല്ല, അവിടെ എ ആണ് വരേണ്ടത്. ബട്ട് നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസറിനെ ഫോളോ ചെയ്യുക. അൻ ആപ്പിൾ ഇൻ എ ഡേ എന്നാണ്. ബട്ട് ഹിയർ ആൻസർ ആൻ ആണ്. ആനെന്നെ ഫോളോ ചെയ്യുക കേട്ടോ. മൈ ഫാദർ ലവ്സ് എ വെസ്റ്റേൺ മ്യൂസിക് വേറാസ് മൈ യങ്ങർ ബ്രദർ ലവ്സ് ഡാഷ് ക്ലാസിക്കൽ മ്യൂസിക്. അവിടെ എ ആണ് ശരിയായിട്ട് വരിക. ദർ എ ഡേർട്ട് ഓൺ ദിസ് പ്ലേറ്റ് ആൻഡ് ദർ എ ഡേർട്ട് മാർക്ക് ഓൺ ദ ടേബിൾ ക്ലോത്ത്സ്. ഇനി സുരേഷ്, വുഡ് യു ലൈക്ക് ടു ഹാവ് an omelette for your breakfast or an only bread and jam? അവിടെ ആന് ആൻസർ ഫോളോ ചെയ്യുക. ലത, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഡ്രിങ്ക്. ഓക്കെ, ഇനി 36, എ ഹൗസ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് എ മാർബിൾ ലുക്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നെക്സ്റ്റ്, an ഓസ്ട്രേലിയൻ ഷീപ്പ്. അത് കറക്റ്റാണ്, നിങ്ങളത് തന്നെ ഫോളോ ചെയ്യുക. You can write the message on a piece of paper or in a notebook. ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത് ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വവൽ സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന വേർഡ് ആണെങ്കിൽ ആനെ യൂസ് ചെയ്യണം. കോൺസണന്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന വേർഡ് ആണെങ്കിൽ എ യൂസ് ചെയ്യണം എന്ന റൂള് അതുപോലെ തന്നെ വരുന്നുണ്ട്. ഓക്കെ കേട്ടോ. സോ നെക്സ്റ്റ്, ഇറ്റലി ഈസ് എ. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണത്. യൂറോപ്യൻ എന്ന വേർഡ് ലിറ്ററലി അഥവാ അക്ഷരാർത്ഥത്തിൽ അത് ആരംഭിക്കുന്നത് വവൽ അക്ഷരം വെച്ചുകൊണ്ടാണെങ്കിലും സൗണ്ട് കോൺസണന്റ് ആണ്. അതുകൊണ്ടാണ് എ വരുന്നത്. 40, ഇഫ് വൺ വാണ്ട്സ് ടു കം അപ്പ് ഇൻ ഹിസ് കരിയർ എ ഇന്റലിജന്റ് അലോൺ ഇസ് നോട്ട് ഇനഫ് ബട്ട് എ ലക്ക് ഓൾസോ ഷുഡ് ഫേവർ ഹിം.
ഇവിടെ എ എല്ല് നമുക്കറിയാം, എല്ല് എല്ല് എന്ന ലെറ്റർ പിന്നെ കോൺസെൻ്റ് സൗണ്ടാണ്. സോ എ ആണ് യൂസ് ചെയ്യുക. ആൻ ഓണററി സെക്രട്ടറി, അത് കറക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച റൂള് തന്നെ അനുസരിക്കുന്നതാണ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഓൾഡ്, അവിടെ നമുക്ക് എർത്ത് എന്ന വേർഡിൻ്റെ മുമ്പ് അവിടെ ദി ആണ് യൂസ് ചെയ്യുക, കാരണം ആനോ എയോ ഒന്നുമല്ല. ഇനി എർത്ത് എന്ന വേർഡിൻ്റെ സൗണ്ട് വവൽ സൗണ്ട് ആയതുകൊണ്ട് ആന യൂസ് ചെയ്യരുത്, കാരണം എർത്ത് ഒരു യുണീക്ക് ആയിട്ട് വരുന്ന വേർഡാണ്. കാരണം ആ ഒരു ഒബ്ജക്റ്റ് നമ്മളെ ഈ ഒരു യൂണിവേഴ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് യുണീക്ക്നെസ്. ഓക്കെ, സോ അവിടെ ദി ആണ് യൂസ് ചെയ്യേണ്ടത്. ദ സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ സച്ച് തിയറീസ്. ഓക്കെ, നെക്സ്റ്റ്, about 400 years ago it was proved that the earth, അവിടെ ദ എർത്ത് തന്നെയാണ് വരിക. ഇനി 45, it served as a clue to know the age of the earth. Much later the scientist started studying about the moon. അതൊക്കെ ഒരു പ്രത്യേക തരം സയൻറ്റിസ്റ്റുകളെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ ദി എന്ന വേർഡ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഷർട്ട് ഇറ്റ് ഈസ്. ഓക്കെ, is it made of silk or a terry cotton? Yeah, no, it is not made of a cotton. I got it stitched near the Gandhi road. അപ്പോൾ അവിടെ ഗാന്ധി റോഡ് എന്നുള്ളത് പ്രത്യേകമായിട്ട് വരുന്ന വാക്കായതുകൊണ്ടാണ് നമ്മൾ ദി യൂസ് ചെയ്തത്. വെരി നൈസ്. ഐ എം ഗോയിങ് ടു an hospital to visit my cousin. അവിടെ നമ്മൾ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിനെ ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, മീന ഈസ് എ സ്പിരിറ്റഡ് 9 years old girl who has stolen the heart of the Bangladesh is through her dance recitals. ദി എന്ന വേർഡാണ് യൂസ് ചെയ്യുക. ഷീ ഈസ് ട്രാവലിംഗ് ത്രൂ ദി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് ദ നേപ്പാൾ. ഇവിടെ നമ്മൾ പറഞ്ഞ റൂൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഡെഫിനിഷൻ തരാത്തെന്താ വെച്ചാൽ ഡെഫിനിഷൻ്റെ ആവശ്യമില്ല, നമ്മൾ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നെക്സ്റ്റ് ഇയർ ഷീ പ്ലാൻ ടു വിസിറ്റ് ദ USA ആൻഡ് ദ UK. ഓക്കെ, 60, എ ഫെദർ ഇൻ വൺസ് ക്യാപ്പ്. ഓക്കെ, നമ്മൾ പൊൻതൂവൽ എന്നൊക്കെ പറയില്ല, തൊപ്പിയിലെ പൊൻതൂവൽ, അതാണ്. ഇനി 61, ബേർഡ്സ് ഓഫ് a feather flock together. A pill to swallow. What a fun we have today. There is a little powder. Okay, a penthouse is a kind of house built on a roof. 66, I never experienced such a summer. 67, ദ ക്വീൻ മേരി. അവിടെ നമ്മൾ അതൊരു പ്രത്യേകമായി അറിയപ്പെടുന്ന ഒരു പേരാണ്, ഒരു ഷിപ്പിൻ്റെ പേരൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ഇന്ത്യൻ ഓഷ്യൻ, അതൊക്കെ യുണീക്ക്നെസ് കൂടിയാണ്. ഓക്കെ, ഇനി ഐ മെറ്റ് അൻ ഓൾഡ് വുമൺ അറ്റ് അലങ്കാർ തിയേറ്റർ. ദ ഓൾഡ് വുമൺ ഹാഡ് എ ഡോഗ്. എ യൂണിലാറ്ററൽ ഡിസിഷൻ, ഐക്യകണ്ഠേനയുള്ള തീരുമാനം എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞ റൂൾസ് ശ്രദ്ധിക്കണം. യു ആണ് ക്യാപിറ്റൽ, ഇംഗ്ലീഷിൽ AEIOU വവലാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആ പരിഗണന കൊടുക്കാനേ പറ്റൂല, കാരണം ഇവിടെ യു എന്ന അക്ഷരം മലയാള അക്ഷരമാലി നോക്കുകയാണെങ്കിൽ യാരാലാവ അല്ലേ, നമ്മൾ കോൺസെൻ്റ് സൗണ്ട് ആയിട്ടാണ് കാണുന്നത് യാ. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു റൂൾസ് കൂടി നോക്കിയവേ മനസ്സിലാവും കേട്ടോ. അപ്പം ആനല്ല, എ യൂണിലാറ്ററൽ ഡിസിഷൻ. ഷീ ഈസ് എ നൈസ് ഗേൾ. ഹി ഈസ് ആൻ ഇന്ത്യൻ. പുട്ട് സം ഷുഗർ, അവിടെ സം പറഞ്ഞ വേർഡ് വന്നിരിക്കുന്നു. ഓക്കെ, കാരണം അവിടെ എയോ ആനോ ദിയോ അല്ല, അവിടെ നമ്മൾ പിന്നെ അൺകൗണ്ടബിൾ എന്നൊരു പരിധി വരുന്നുണ്ട്. ഈ അൺകൗണ്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ട് വരുന്ന വേർഡിൻ്റെ, കാരണം ഷുഗറൊക്കെ നമ്മൾ അളന്ന് കൊടുക്കുന്നതാണ്, എണ്ണി കൊടുക്കുന്നതല്ല. എണ്ണി കൊടുക്കുന്നതാണെങ്കിൽ കൗണ്ടബിൾ നൗണും, അളന്ന് കൊടുക്കുന്നതാണെങ്കിൽ അൺകൗണ്ടബിൾ നൗണുമാണ്. അതിൻ്റെ മുമ്പൊക്കെ ആകുമ്പോൾ ഏറെക്കുറെ ആർട്ടിക്കിളിനേക്കാൾ കൂടുതൽ സം അങ്ങനെയൊക്കെയുള്ള അഡ്ജക്റ്റീവുകളാണ് യൂസ് ചെയ്യുക. പുട്ട് എ ഹാൻഡ്ഫുൾ ഓഫ് സോൾട്ട്, അവിടെ സോൾട്ട് നമുക്കറിയാം അൺകൗണ്ടബിൾ ആണെങ്കിൽ തന്നെയും അതിൻ്റെ മുമ്പ് വന്ന ഹാൻഡ്ഫുൾ ഒരു കൈപ്പിടി,
എന്നാണ് അർത്ഥം കേട്ടോ. എ ഹാൻഡ്ഫുൾ. ഇനി നമുക്ക് അടുത്ത ഗ്രാമറിൻ്റെ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആർട്ടിക്കിളിൽ മുമ്പ് പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് പറയുകയാണ്. അപ്പോൾ ആദ്യം വന്ന ഒരു 4ാമത്തെ ക്വസ്റ്റ്യനിൽ പിന്നെ അബ്രിവിയേഷൻസ്, നമ്മളിപ്പോൾ MA BA MSc നാസ UNO യൂണിസെഫ് അങ്ങനെയൊക്കെയുള്ള കുറേ അബ്രിവിയേഷൻസ് ഉണ്ട്. ഈ അബ്രിവിയേഷൻ്റെ റൂൾ ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, അതൊന്നും കൂടി ഇപ്പോൾ പറയുകയാണ്. നമ്മൾ അബ്രിവിയേഷൻസ് ആരംഭിക്കുന്നത് കോൺസണൻ്റ് സൗണ്ട് കൊണ്ടാണെങ്കിൽ അവിടെ എ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അഡ്വാൻസ്ഡ് ഗ്രാമറിൽ പറയുന്നത്, എ ആണ് യൂസ് ചെയ്യുക. ഇനി ഇത്തരം അബ്രിവിയേഷൻസ് ആരംഭിക്കുന്നത് പിന്നെ വവൽ സൗണ്ട് വെച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ പിന്നെ ആൻ ATM കൗണ്ടർ എന്നാ പറയാ അല്ലേ, ആൻ ATM കൗണ്ടർ. അവിടെ ATM എന്നുള്ളത് നമുക്കറിയാം ഇത്തരം അബ്രിവിയേഷൻസ് ആണ്, ചുരുക്കമുള്ള പദങ്ങളാണ്. അപ്പോൾ അത് പക്ഷെ ആരംഭിക്കുന്നത് അവിടെ എന്താ പറയുക വവൽ സൗണ്ട് ആയതുകൊണ്ട് ആന് വന്നു. എന്നാൽ ഈ AMSc AMA എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ആൻസർ കീയിൽ ഒരു പക്ഷെ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ കണ്ടേക്കാം. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ മിസ്റ്റേക്ക് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. എന്താ വെച്ചാൽ ഈ ഒരു ആൻസർ കീ കമ്പ്യൂട്ടർ റീഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ OMR ഷീറ്റ്, നമ്മുടെ ആൻസർ ഷീറ്റ് OMR ആയിരിക്കും. ആ OMR ചെക്ക് ചെയ്യപ്പെടുക. ഒരു മാനുവൽ മാർക്കിംഗ് ആവില്ല. ഓക്കെ, കമ്പ്യൂട്ടർ മാർക്കിംഗ് ആയതുകൊണ്ട് കമ്പ്യൂട്ടറിൽ വരുന്ന ആൻസർ എന്താണോ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് പരിഗണിക്കുക. അതിന് ഈ ആൻസർ കീയിൽ ആൻസറാണ് കമ്പ്യൂട്ടറിൽ കൊടുത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ആൻസർ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഒരു യുക്തിബോധം കൊടുത്തുകാണ്ട് ശരി തെറ്റ് എന്ന് ഏതാണെന്ന് മനസ്സിലാക്കാതെ ഈ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ശരി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിനെ പഠിച്ച് എക്സാമിന് എഴുതണമെന്ന് പ്രത്യേകം പറയുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ PSC എക്സാമിന് വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്, അറിയാലോ. അപ്പോൾ PSCയിൽ ചിലപ്പോൾ ആൻസർ കീ തെറ്റി വരാറുണ്ട്. നമ്മൾ ശരിയായ ആൻസർ കീ കൊടുത്താൽ നമുക്ക് അവിടെ മൈനസ് മാർക്കാണ് കിട്ടുക. അതിൻ്റെ കാരണം അറിയാലോ അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസുകൾ പോലെയുള്ള ഭാഗങ്ങളിൽ പഠിച്ചതായതുകൊണ്ട് കൂടുതൽ ഡെഫിനിഷൻ ഞാൻ പറയുന്നില്ല. ഇനി കൂടുതൽ ഡെഫിനിഷൻ ആവശ്യമായി വരുന്ന സമയത്ത് ഞാനത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഈസി? ഡു ആണ് അവിടെ വരിക അല്ലേ. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളവിടെ സെക്കൻഡിൽ കാണുന്നത്. ഹാവ് യു ടേക്കൺ, ടേക്ക്, ടുക്ക്, ടേക്കൺ അറിയാലോ. ഹാവ് യു ടേക്കൺ എനി ടാബ്ലറ്റ് ഫോർ ഇറ്റ്? ഹാവ് ആണ്. ഇറ്റ് ഈസ് റൈറ്റ് ടു സേ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ഓക്കെ, അവിടെ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ അത് ഏറ്റവും ഭവ്യതയേറിയ അപേക്ഷ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദ റൂഫ് ഓഫ് ദ മൗത്ത് ഈസ് കോൾഡ് പ്ലേറ്റ്. ഇത് ഫോണിറ്റിക്സുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഭാഗമാണ് കേട്ടോ. ഫോണിറ്റിക്സ് നമുക്ക് ഇവിടെ പിന്നെ പഠിക്കാനില്ല, പക്ഷേ ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് കുറച്ചൊരു ഭാഗങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ചെറിയൊരു ചിത്രം നൽകാൻ വേണ്ടി ഞാൻ പറയാം. ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരങ്ങളാണുള്ളത്. എന്നാൽ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണ ശാസ്ത്രമുണ്ട്. ആ ഉച്ചാരണ ശാസ്ത്രത്തിൽ ശരിക്ക് 44 അക്ഷരങ്ങളാണ് വരുന്നത്. ഇതിന് നമ്മൾ IPA എന്ന് ചുരുക്കി പറയാറുണ്ട്. അതായത് ഇന്റർനാഷണൽ ഫോണറ്റിക്സ് ആൽഫബറ്റ് ചുരുക്കമാണ് IPA. അപ്പോൾ ഈ IPA ശരിക്കും വരിക 44 സൗണ്ടുകളാണ്. 44 ഫോണിംസ് എന്ന് പറയാറുണ്ട്. ഫോണീം എന്നാണ് ഈ ഫോണറ്റിക്സിൽ അക്ഷരങ്ങളെ പറയുന്ന പേര്. ഓക്കെ, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ വവലും വരുന്നുണ്ട്, കോൺസണന്റും വരുന്നുണ്ട്. ഇതിൽ വരുന്ന വവല് ശരിക്കും പറഞ്ഞാൽ ഒരു വവല് മാത്രം വരുന്ന മോണോവവൽ, മോണോഫ്തോങ്സ് എന്നാ പറയാ. അത് 12 അക്ഷരങ്ങളും 2 വവലായിട്ട് ചേർന്ന് വരും. അപ്പൊ നമ്മൾ അതുപോലെ ഐ എന്നൊക്കെ പറയുന്ന മലയാളത്തിൽ പറയുന്ന പോലെയുള്ള അത്തരം വവലുകൾ 8 എണ്ണം രണ്ടും കൂടിയിട്ട് മൊത്തം 20 വവൽ സൗണ്ടുകളുണ്ട്. അതുപോലെ പിന്നെ 24 കോൺസണന്റ് സൗണ്ടുകളും ഉണ്ട്. ഇതാണ് ഇംഗ്ലീഷിന്റെ ഉച്ചാരണ ശാസ്ത്രം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിലേക്ക് വേണ്ടി ആ ഭാഗം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ നോക്കൂ. അതിന്റെ ഭാഗമായി വരുന്നതാണ് ദ റൂഫ് ഓഫ് ദ മൗത്ത് ഈസ് കോൾഡ്. നമ്മൾ ഉച്ചാരണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആദ്യം നമ്മുടെ വായയെക്കുറിച്ചും വായയിലെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്ര ഒരു ഡീപ്പായിട്ടുള്ള ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഇവിടെ ആ ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതിയാവും. കൂടുതൽ ഓവറായിട്ട് പഠിച്ചുകൊണ്ട് ബുദ്ധിമുട്ടണ്ട കേട്ടോ. പിന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ലേ വരുള്ളൂ, അതുകൊണ്ട് തന്നെ പഠിച്ചാൽ മതി. ദ സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് കോൾഡ് ഫോണറ്റിക്സ്. അതായത് നമ്മുടെ ശബ്ദശാസ്ത്രം,
ഇംഗ്ലീഷിന്റെ ശബ്ദശാസ്ത്രമാണ് ഫോണറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇംഗ്ലീഷിലെ ഈ ഫോണറ്റിക്സിൽ വവൽസ് ആർ ഡാഷ് ഇൻ നമ്പർ പറഞ്ഞല്ലോ. മോണോ ഇപ്പം നമ്മൾ ആ ഇ ഉ ഊ ആ സ്റ്റൈലിലാണ് പിന്നെ ഫോണറ്റിക്സിലെ വവൽ സൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ ആ സൗണ്ടിന്റെ എണ്ണം വരിക 12 ആണ്. മോണോ വവൽ എന്ന് പറയും ഏകസ്വരങ്ങൾ. ഇനി 2 വരുന്ന ദ്വിസ്വരങ്ങളുണ്ട്. ഏകസ്വരങ്ങൾ 12 ദ്വിസ്വരങ്ങൾ 8. രണ്ടും പാടെ കൂടിയിട്ട് മൊത്തം സ്വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വവലിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ 20 സൗണ്ട് ഉണ്ടെന്നാണ് പറയുക. ഓക്കെ, ഇനി കോൺസണൻസ് ആർ നേരത്തെ പറഞ്ഞു തന്നു 24. നിങ്ങളിവിടെ ഇംഗ്ലീഷിന്റെ ആൽഫബറ്റ് ഒരിക്കലും പരിഗണിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ പരിഗണിക്കണം. കോൺസണൻസ് ആർ 24 ഇൻ നമ്പർ. ഇനി അടുത്തത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോവുകയാണ്. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് അത്, നെയിമിംഗ് വേർഡ്. നെക്സ്റ്റ്, പ്രൊനൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. അത് ആ വാക്യം ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. ഓക്കെ കേട്ടോ, അപ്പോൾ നമ്മൾ മുഴുവൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഔട്ട് ഓഫ് സിലബസ് വരും. പൊതുവിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്. അപ്പം നിങ്ങൾ കൂടുതൽ ഡിഗ്രിയൊക്കെ എക്സാം എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം വേഗം ബോധ്യപ്പെടും. യൂണിവേഴ്സിറ്റികൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ കേവലം ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം ഉൾപ്പെടുത്തിയല്ല, അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കൂടുതൽ വായിക്കണം, പരന്ന് വായിക്കണം എന്ന അർത്ഥത്തിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തൊന്നും ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, അങ്ങനെ പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. പ്രൊനൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. അറിയാലോ. ഓക്കെ, 10th, ഐ ഡാഷ് ഡൺ മൈ വർക്ക്. അവിടെ നമുക്കറിയാം അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടാണ് വരിക. കാരണം ഡു എന്ന വെർബിന്റെ V3 ആണ് ഡണ്ണ്. അപ്പോൾ ഡണ്ണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാസോ ഹാവോ ഹാഡോ ആ ഡാഷിൽ വേണം. ഈ ചോയ്സിൽ കൊടുത്ത ഹാസ് ഹാവ് ഹാഡിൽ ഏതാ കൊടുത്തിട്ടുള്ളത്? ഹാഡ് മാത്രമാണ്. സോ ഹാഡാണ് ശരിയായ ആൻസർ. വെർബ് ഈസ് അൻ ആക്ഷൻ വേർഡ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അതേ വരി തന്നെ അവിടെ ഫോളോ ചെയ്തേക്കണം. ഐ സോ എ ബെഗർ നിയർ ദ ബസ് സ്റ്റോപ്പ്. അവിടെ നമ്മൾ ദി എന്ന് നേരത്തെ പറഞ്ഞു തന്നോ. ആ ദീന്റെ പ്രയോഗം പ്രത്യേകമായിട്ടൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വേർഡിന്റെ മുമ്പ് ദി യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ദി ലോട്ടസ് ഈസ് ലവ്ലി ഫ്ലവേഴ്സ്. ദി ലോട്ടസ് അവിടെ താമരയെ പ്രത്യേകം എടുത്തുകൊണ്ട് പറയുകയാണ്. ഓക്കെ, അയൺ ആൻഡ് സ്റ്റീൽ ആർ കൺട്രോൾഡ് കമ്മോഡിറ്റീസ്. അവിടെ നമുക്കറിയാം അയണും ആൻഡ് സ്റ്റീലും പറയുമ്പോൾ രണ്ടും വരും, അതുകൊണ്ടാണ് ആറ് എന്ന പ്ലൂരൽ യൂസ് ചെയ്യുന്നത്. ദ ചൈനീസ് ഹാവ് അറ്റാക്ക്ഡ് ദ റഷ്യ. അവിടെ നോക്കൂ നിങ്ങൾ, ഹാവ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ദ ചൈനീസ് എന്ന് പറയുമ്പോൾ ചൈന മിലിറ്ററിയെ മുഴുവനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഡാഷ്, അടുത്ത് നോക്കൂ. ഐ ഹാവ് നോട്ട് ഫൗണ്ട് സച്ച് എൻക്വയറീസ് യൂസ്ഫുൾ. കണ്ടോ, അവിടെ നമ്മൾ ഫൗണ്ട് എന്ന വാക്ക് ഫൈൻഡ് എന്നതിൻ്റെ V3 ആണ്. അപ്പോൾ V3 യൂസ് ചെയ്യണമെങ്കിൽ ഹാസോ ഹാവോ ഹാഡോ ഓസ്ലറി ആയിട്ട് വരണം. ഇപ്പോൾ ചോയ്സിൽ കൊടുത്തിരിക്കുന്നത് ഹാവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഹാവ് ആണ് ശരിയായ ആൻസർ. ദ പേഷ്യൻറ്റ് ഡാഷ് സ്ലെപ്റ്റ്. അവിടെ ഹാഡും ഹാസും വരുന്നുണ്ട്, രണ്ടും നമുക്ക് ആൻസറായി കൊടുക്കാം. പക്ഷെ നിങ്ങളെല്ലാവരും ഈ ആൻസർ കീയിലെ ആൻസർ ഫോളോ ചെയ്യേണ്ട നിർബന്ധം ആയതുകൊണ്ട് ഹാസ് തന്നെ ആൻസറായിട്ട് പഠിക്കാം. 18th, ദ കേസ് മെയ്ഡ് ദ ലോയർ ഫേമസ്. ആ ഒരു കേസ് ആ വക്കീലിനെ ഫേമസ് ആക്കി തീർത്തു എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. ഇവിടെ ഈ മെയ്ഡിനെ നമ്മൾ എന്താ പറയുക, പ്രേരണാർത്ഥ ക്രിയ എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. കാരണം ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ. ഓക്കെ, നെക്സ്റ്റ്, ദ എയറോപ്ലെയിൻ ടുക്ക് ഡാഷ് അറ്റ് 6 o'clock. സാധാരണ എയറോപ്ലെയിൻ ഈ ഉയർന്നു പോകുന്നതിന് എപ്പോഴും ടേക്ക് ഓഫ് എന്ന വേർഡ് നമ്മളെ യൂസ് ചെയ്യുക. ആ ടേക്ക് ഓഫിൻ്റെ V2 ആണ് ടുക്ക് ഓഫ്. ഓക്കെ, ലെറ്റ് ദ ഡോർ ബി ഓപ്പൻഡ്. ഇതൊരു പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് എന്ന ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഈ കാര്യം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. സാധാരണ ഓപ്പൺ ദ ഡോർ എന്ന കമാൻഡ്, ഇപ്പോൾ ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇംപറേറ്റീവായ വാചകമാണ്, വാക്യമാണ്. ഈ ആജ്ഞാവാക്യങ്ങളെ നമ്മൾ പൊതുവെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും പാസീവ് വോയിസിൽ ഫസ്റ്റ് ഒബ്ജക്റ്റാണ് വരിക. അപ്പോൾ ഓപ്പൺ ദ ഡോർ എന്നുള്ളതിൽ സബ്ജക്റ്റ് കാണുന്നില്ല നമ്മൾ. കാരണം നേരെ മുമ്പിലുള്ള അവിടെ പറഞ്ഞത് ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കൂ. അപ്പോൾ നേരെ മുമ്പിലുള്ള യു എന്ന ആളാണ് അവിടെ സബ്ജക്റ്റ്. എന്നാൽ പാസീവ് വോയിസ് എപ്പോഴും ആരംഭിക്കൽ ഒബ്ജക്റ്റ് വെച്ചുകൊണ്ടാണ്. ഇവിടെ ഡോർ ആണ് ഒബ്ജക്റ്റ്.
ഓക്കെ, ആരോ തുറക്കുന്നു അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആ ആളാണ് ഇവിടെ ഒബ്ജക്റ്റ്. ഇവിടെ ഡോറാണ് ആരോ തുറക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. സോ നമ്മൾ ഈ ഡോറിനെ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ ലെറ്റ് ദ ഡോർ ബി ഓപ്പൻഡ് അങ്ങനെയാണ് വരിക. ഓക്കെ, മനസ്സിലായില്ലേ? ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇനി യു ഡാഷ് ലവ്ഡ് മീ, അവിടെ ഷുഡോ വില്ലോ ഡു ഒന്നും വന്നാൽ ലവ്ഡ് കൊടുക്കാൻ പറ്റില്ല. ലവ്ഡ് കൊടുക്കണമെങ്കിൽ ഹാഡ് തന്നെ വേണം. അത് കാരണം ലവ് എന്ന വാക്കിന്റെ V3 ആണ് ലവ്ഡ്. 22. അനിൽ ഡാഷ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ദിസ് ഇയർ. നമുക്കറിയാം അവിടെ നമുക്കത് ഡിഡ് നോട്ടും യൂസ് ചെയ്യുക, വിൽ നോട്ട് യൂസ് ചെയ്യുക, അതുപോലെ ഈ രണ്ട് ഇതും അവിടെ യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ചോയ്സ് വരിക വിൽ നോട്ട് ആണ്. വിൽ നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ദിസ് ഇയർ. ഓക്കെ. 23. വിൽസൺ ഡാഷ് ദ ടോളസ്റ്റ് ഇൻ അവർ ക്ലാസ്. അപ്പോൾ ഈസ് എന്ന പ്രയോഗം, കാരണം വിൽസൺ ഒരാളെ ഉള്ളൂ. ഓക്കെ. 24. മോസ്റ്റ് ഓഫ് അസ് ഈറ്റ് വിത്ത് എ സ്പൂൺ. കാരണം അവിടെ വാസും വേറും വെന്നൊന്നും അവിടെ ശരിയാവില്ല. കാരണം അവിടെ പ്രിപ്പോസിഷൻ കൊണ്ട് എന്നർത്ഥം വരുന്ന പ്രിപ്പോസിഷനാണ് അവിടെ ശരിയാവും, അത് വിത്ത് ആണ്. ഓക്കെ. ഇനി 25. വി ഡിസൈഡ് ടു സ്റ്റേ അറ്റ് ഹോം ഡെസ്പൈറ്റ് ദ ബാഡ് വെതർ. അവിടെ ശരിക്കും ഒരു കൺജങ്ഷനാണത്. എന്ത് ഉണ്ടായിരുന്നിട്ടും എന്ന് അർത്ഥം പറയുന്ന രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് ഡെസ്പൈറ്റ്. അതുപോലെ ഇൻസ്പൈറ്റ് ഓഫും ഉണ്ട്. അപ്പോൾ അവിടെ ഡെസ്പൈറ്റ് കൊടുത്താലേ ആ വാക്യം ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വി ഡിസൈഡ് ടു സ്റ്റേ അറ്റ് ഹോം ഡിസ്പൈറ്റ് ദ ബാഡ് വെതർ. ഡിസ്പൈറ്റ് ദ ബാഡ് വെതർ. ഓക്കെ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് ഇനി അടുത്ത എക്സസൈസിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത എക്സസൈസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. അടുത്ത എക്സസൈസ് 2 നോക്കൂ. ദ ബോയ് ഡാഷ് ഫെൽ ഓൺ ഹിസ് ബൈസിക്കിൾ ഹാസ് ഹർട്ട് ഹിസ് ലെഗ്. അപ്പോൾ ബൈസിക്കിളിൽ നിന്ന് വീണ ആ ആൺകുട്ടിക്ക് എന്താ പറയുക, കാലിന് പരിക്കേറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഭാഗം ഗ്രാമറിൻ്റെ ഒരു പ്രത്യേക ഭാഗം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ എങ്കിൽ ഒന്നും കൂടി പറയേണ്ടത് കൊണ്ട് ആ ഭാഗം പറയുകയാണ്. ഈ ഇംഗ്ലീഷിൽ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ശ്രദ്ധിക്കുക, റിലേറ്റീവ് പ്രൊനൗൺ. ഇപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചോദ്യവാക്കുകളായിട്ടുള്ള വാട്ട്, വിച്ച്, വേറ്, വെന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ മുഴുവൻ രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ഈ ചോദ്യവാക്കുകളെ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുക. അതിൽ എല്ലായ്പ്പോഴും മനുഷ്യന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ മനുഷ്യന്മാരാണ് ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റ് എങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് വാക്യങ്ങളെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഹൂ, അതുപോലെ ഹൂം അതൊക്കെയാണ് യൂസ് ചെയ്യുക. അതേസമയം മനുഷ്യന്മാരല്ല എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഇനി സ്ഥലമാണെങ്കിൽ വേറ് ആണ് യൂസ് ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഒരാളെ കണ്ടു. അപ്പോൾ കണ്ട ആള് എന്താ പറയുക, സ്ക്വിൻഡ് ഐഡ് അഥവാ കോങ്കണുള്ള മനുഷ്യനായിരുന്നു. ഈ ഒരു കാര്യം നമുക്കിങ്ങനെ പറയാം. എങ്ങനെ? ഐ സോ എ മാൻ ഹു ഈസ് സ്ക്വിൻഡ് ഐഡ് യെസ്റ്റർഡേ. ഹു ഹാസ് സ്ക്വിൻഡ് ഐഡ് യെസ്റ്റർഡേ. ഐ സോ എ മാൻ ഹു ഹാസ് സ്ക്വിൻഡ് ഐഡ് യെസ്റ്റർഡേ. കോങ്കണ്ണുള്ളതായ ഒരു മനുഷ്യനെ ഞാൻ ഇന്നലെ കണ്ടു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ശരിക്കും ഇത് രണ്ട് വാക്യമാണ്. രണ്ട് വാക്യങ്ങളെ ഹൂ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഈ ഒരു പ്രത്യേകത വന്നത്. ഇനി നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളെ ഒരു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു. പക്ഷെ അത് എവിടെ വെച്ച് നിങ്ങൾ കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ അത് രണ്ട് വാക്യങ്ങൾ ചേർത്തുകൊണ്ട് അതേപോലെ ഇത് കൂട്ടിയത് പറയുമ്പോൾ എങ്ങനെ പറയും? എങ്ങനെ? ദിസ് ഈസ് ദ പേഴ്സ് വിച്ച് ഐ ലോസ്റ്റ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ പേഴ്സ് ഇതാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ രണ്ട് വാക്യം ഇങ്ങനെ വരിക. ദിസ് ഈസ് മൈ പേഴ്സ്, അതൊരു വാക്യം. ഇറ്റ് ഹാസ് ലോസ്റ്റ് യെസ്റ്റർഡേ, ഇന്നലെ നഷ്ടപ്പെട്ടു ആ പേഴ്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എന്താ വരിക? വിച്ചാണ് വരിക. കാരണം ഞാൻ പറഞ്ഞു ഈ ഒബ്ജക്റ്റിന്റെ കേസിലാവുമ്പോൾ വിച്ചായിരിക്കും വരിക. ഇനി സ്ഥലങ്ങളുടെ കേസിലാണെങ്കിലോ വേറാണ് വരിക. ദിസ് ഈസ് ദ പ്ലേസ് വേർ ഐ ലോസ്റ്റ് മൈ പേഴ്സ്. എനിക്ക് ഇന്നലെ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടതായ ആ സ്ഥലം ഇതാണ്. കണ്ടോ? അപ്പം ഇങ്ങനെ നമുക്ക് സ്ഥലങ്ങൾക്ക് വേണ്ടി വേർ യൂസ് ചെയ്യാം. ഇനി ടൈമിന് വേണ്ടി വെന്ന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വെന്ന്.
അപ്പോൾ നമ്മൾ പറയാറുണ്ട് ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് വെൻ ദ ബോയ് വാസ് ക്രോസിംഗ് ദ റോഡ്. ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് വെൻ ദ ബോയ് വാസ് ക്രോസിംഗ് ദ റോഡ്. അപ്പോൾ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് എന്ന് പറയുന്ന ഒരു വാചകം വേറെ ഉണ്ട്. ദ ബോയ് വാസ് ക്രോസിംഗ് ദ റോഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാചകമുണ്ട്. രണ്ടുപാടെ നമ്മൾ വെൻ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ പ്രത്യേകത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്മാരുടെ കേസിലൊക്കെ ആണെങ്കിൽ ഹൂ ഒക്കെ യൂസ് ചെയ്യുക. ഇനി ഹൂമും ചില സമയങ്ങളിൽ ഹൂമ് വരും. ഓക്കെ, അതുപോലെ ഈ ഒബ്ജക്റ്റുകളാണെങ്കിൽ വിച്ചോ ദാറ്റോ ആണ് വരിക. പ്ലേസ് ആണെങ്കിൽ വെൻ ആണ് വരിക. ഇനി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കാര്യമൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അത് വാട്ടാണ് വരിക. അപ്പോൾ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെറ്റ്. അപ്പോൾ ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഒരു വാചകം എന്ന് പറയുമ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഐ സെറ്റ് സംതിങ്, ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു, അത് വേറൊരു വാചകമാണ്. രണ്ടും പാടെ ചേർത്താണ് എങ്ങനെ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെറ്റ്. അപ്പോൾ സംതിങ് ആണ് പോയിട്ടോ, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെറ്റ്. അപ്പോൾ എന്തെങ്കിലും പ്രസ്താവനകളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി വാട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഏകദേശമായ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ദ ബോയ് ഹൂ ഫെൽ ഓൺ ഹിസ് ബൈസിക്കിൾ ഹാസ് ഹർട്ട് ഹിസ് ലെഗ്. അവിടെ ഹൂ ആണ് ശരിയായ ആൻസർ. ഞാൻ അടുത്തിൽ നിങ്ങൾക്ക് വേഗം പറയാൻ കഴിയും, കാരണം പാരഗ്രാഫിൻ്റെ കാര്യം പറയുമ്പോൾ വിച്ചാണ് വരേണ്ടത്, ദാറ്റാണ് വരേണ്ടത്. ഇതിലേതേ ഒന്ന് വന്നാൽ മതി. പക്ഷെ നിങ്ങൾ പിന്നെ ആൻസർ കീ അതേപോലെ ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് ദ പാരഗ്രാഫ് അബൌട്ട് വിച്ച് ദ ടീച്ചർ ഈസ് ടോക്കിംഗ്. ഇതാണ് ടീച്ചർ സംസാരിക്കുന്നതായിട്ടുള്ള ആ പാരഗ്രാഫ്. ഓക്കെ, ഇനി ദ ക്യാബിനറ്റ് ഗെയ്വ് ദെയർ വോട്ട്. അവിടെ നമുക്ക് എന്താ പറയുക, പ്രൊനൗണിൻ്റെ രൂപങ്ങളിൽ നമുക്കറിയാം പൊസസീവായിട്ടുള്ള രൂപങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. ഹിസ്, ഹെർ, അതുപോലെ ദെയർ, അവർ, അങ്ങനെയുള്ള വാക്കുകളിൽ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കേണ്ടത്. ഇവിടെ ദെയർ എന്ന്, കാരണം ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സമൂഹനാമം കൂടിയാണ്, കളക്റ്റീവ് നൗൺ കൂടിയാണ്. അപ്പോൾ സാധാരണ കളക്റ്റീവ് നൗണൊക്കെ വന്നു കഴിഞ്ഞാൽ ദെയർ ആണ് അതിൻ്റെ പിന്നെ പ്രൊനൗണായിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി ഷീ ആൻഡ് ഐ കംപ്ലീറ്റഡ്, അവിടെ ശരിക്ക് അവർ വർക്ക് എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾ പരമാവധി കൊടുത്ത ആൻസർ നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യണം. ദെയർ എന്നാണ് അവിടെ ശരിയായിട്ട് വരിക. ഓക്കെ, ഫിഫ്ത്ത്, വിച്ച് ബുക്ക് ഡു യു ലൈക്ക്. വിച്ച് ബുക്ക് ഡു യു ലൈക്ക്, അവിടെ വാട്ട് ബുക്ക് എന്നതിനേക്കാൾ കൂടുതൽ വിച്ച് ബുക്കാണ് കറക്റ്റായിട്ടുള്ള ആൻസറായി വരേണ്ടത്. അടുത്തത് സിക്സ്ത് നോക്കിക്കോളൂ. എന്താ സിക്സ്ത് വരിക അല്ലേ, മനസ്സിലാവുണ്ടല്ലോ കാര്യങ്ങളല്ലേ. ഓക്കെ, ഇനി സിക്സ്ത് എന്താണ് വരുന്നത് നോക്കിക്കോളൂ. ഹൂ വേർ റണ്ണിങ് ഇൻ ദ ഗ്രൗണ്ട്, ആരാണ് ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹൂസോ ദേയോ നോട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, ഹൂ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദ ഡോഗ് ഡാഷ് കളർ ഈസ് ബ്ലാക്ക് ഈസ് നോട്ട് മൈൻ. അപ്പോൾ ദ ഡോഗ് ഓഫ് വിച്ച് കളർ ബ്ലാക്ക്, കളർ ഈസ് ബ്ലാക്ക്. അപ്പോൾ ഈ കറുത്ത കളറിൽ കാണുന്ന ആ ഡോഗ് എൻ്റേതല്ല എന്നാണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അവിടെ ഓഫ് വിച്ച് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് എയ്ത്ത്, ഹീ ഹു ഡസ് ഈസ് ബെസ്റ്റ് ഷാൾ ബി റിവാർഡഡ്. തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കുന്നവർക്ക് പാരിതോഷികം നൽകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൂ ആണ് കറക്റ്റ് ആൻസർ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ് പറഞ്ഞ പോലെ തന്നെയുള്ള പ്രയോഗമാണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. അതും അതേപോലെ ഫോളോ ചെയ്യുക. ഇനി ദിസ് ഈസ് ദ ഡ്രസ്സ് ദാറ്റ് ഐ വോർ ഓൺ മൈ ബർത്ത്ഡേ. ഇവിടെ വിച്ച് ഉണ്ടെങ്കിൽ വിച്ച് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കാരണം ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റിൻ്റെ കേസിൽ വിച്ച് യൂസ് ചെയ്യുക, ദാറ്റ് യൂസ് ചെയ്യുക. ദാറ്റ് അവിടെ ഉള്ളത്, അതുകൊണ്ട് അതാണ് ആൻസറായി വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ ടാഗ് നമ്മളെ ഔട്ട് ഓഫ് സിലബസ് നിന്ന് വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ചോദ്യവാൽ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു വാചകം പറയുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ പരീക്ഷ പാസ്സായി ലേ. അവിടെ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആ കാര്യം ഒരു കൺഫർമേഷൻ ഇല്ല, ഉറപ്പില്ല. അപ്പോൾ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചോദ്യവാലായിട്ട് ലേ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നീ പരീക്ഷ പാസ്സായി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാക്യമാണ്. കാരണം ഇല്ല അല്ല അർത്ഥങ്ങളില്ലല്ലോ അല്ലേ, അത് പോസിറ്റീവ് വാക്യമാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അല്ല എന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട ഇല്ലേ എന്നതിന് ചുരുക്കമായ ലേ ആണ് കൊടുത്തത്.
അപ്പോൾ അത് മലയാളത്തിൽ നിങ്ങളൊരു വാക്യം പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ചോദ്യവാലായിട്ട് ടാഗ് യൂസ് ചെയ്തപ്പോൾ ടാഗ് നെഗറ്റീവായി. അപ്പോൾ വാക്യം പോസിറ്റീവ് ആകുമ്പോൾ ടാഗ് നെഗറ്റീവ് ആവുന്നുണ്ട് മലയാളത്തിൽ. അതേ റൂൾ ഇവിടെയും ബാധകമാണ്. വാക്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം. ഈ വാക്യം നെഗറ്റീവ് ആണെങ്കിലോ ടാഗ് പോസിറ്റീവ് ആവണം. കാര്യം മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞ കാര്യം. അപ്പം നിങ്ങൾ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, നീ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? അപ്പം ഈ കുട്ടിയാണെന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ്. എന്നാൽ അല്ല ഇല്ല എന്നതിൻ്റെ ഒരു ചോദ്യം രൂപമാണല്ലോ അല്ലേ, അല്ലെങ്കിൽ ഇല്ലേ. കണ്ടോ, അവിടെ വാക്യം പോസിറ്റീവ് ആകുമ്പോൾ ഈ ചോദ്യവാലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കൊടുക്കുന്ന ആ ഒരു മുറിക്കഷ്ണം, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്, അത് നെഗറ്റീവായിട്ട് വരുന്നതായി കാണാൻ കഴിയും. ആ ഒരു പ്രത്യേകത ഇവിടെയും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഈ ഹാസ്, അവിടെ കോമൺ എസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാസ് ആണ്. അപ്പോൾ അവിടെ ഹാസ് ഗോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടാഗ് ഹാസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കണ്ട് വേണം ടാഗ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഹാസിൻ്റെ എന്നാണ് ടാഗ് വരിക, അതിൻ്റെ കൂടെ ഒരു ഹീയും പാടെ കൊടുക്കണം, അപ്പോഴേ ടാഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഹാസിൻ്റെ ഹീ നിങ്ങൾ കണ്ടോ, ഹാസിൻ്റെ ഹീ ആണ് ടാഗ് വരിക. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, യു ഡിഡിൻറ്റ് സീ മീ, അവിടെ ഡിഡിൻ്റ് ആണ്. അപ്പോൾ ഡിഡിൻറ്റ് നെഗറ്റീവാണ്. അതിനെ പോസിറ്റീവ് ആക്കാൻ എന്താ വഴി? ആ നോട്ടിൻ്റെ സൂചനയായ ഇൻഡ് ഒഴിവാക്കിയാൽ മതി. എന്താ പറഞ്ഞത്? ഡിഡിൻറ്റിലെ നോട്ടിൻ്റെ സൂചകമായി വരുന്ന ഇൻഡ് ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ഡിഡ് പോസിറ്റീവായി. അപ്പോൾ വാക്യം നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് പോസിറ്റീവ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. യു ഡിഡിൻറ്റ് സീ മീ, അപ്പം എന്ത് വരിക? ഡിഡ് യു. കണ്ടോ, എത്ര ഈസിയാണ് കാര്യം. ഇനി ബീന ഈസ് ഇൻ സ്ലീപ്പിംഗ്, അവിടെ നോക്കും നിങ്ങൾ, ഈസിൻ്റെ ആണ് കാര്യം മനസ്സിലായി, നെഗറ്റീവാണ് വാക്യം, ടാഗ് പോസിറ്റീവ് ആക്കണം. ഈസ് ഹി, ഓക്കെ, സോറി ഇസ് ഷീ, ബീന ആവുമ്പോൾ പെണ്ണാണ്, ഷീ ആണ് വരിക. ഇനി ഇറ്റ് വോണ്ട് ബി എനിത്തിങ് എക്സ്പെൻസീവ്, ഈ വോണ്ട് ബി ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക? വിൽ ഇറ്റ്. കാരണം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, പ്രത്യേക റൂളുണ്ട്. കാരണം വോൺ കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങൾ ഈ വോണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കാരണം വോണ്ട് നെഗറ്റീവ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, സോറി വോണിൻ്റെ പോസിറ്റീവ് അറിയാലോ. വിൽ നോട്ട് ആണ് വോണ്ട്, അപ്പോൾ നോട്ട് ഒഴിവാക്കുമ്പോൾ എന്താണ്ടാവുക? വില്ല ഉണ്ടാവുക, വിൽ ഇറ്റ്. ഓക്കെ, ബ്രിജേഷ് ഫ്രൈറ്റൻഡ് യു, അവിടെ വാക്യം പോസിറ്റീവാണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളത് എന്താണ്? ഡിഡിൻറ്റ് ഹീ ആണ് വരേണ്ടത്. അടുത്തതായിട്ട് 6th, ചിരാഗ് ഹാസ് മെയ്ഡ് എ ബ്യൂട്ടിഫുൾ കൈറ്റ്, അവിടെ എന്താ വരിക? നോക്കൂ നിങ്ങൾ, ഹാസ് ആണ്, അപ്പോൾ ഹാസിൻ്റെ ആണ് വരേണ്ടത്, ഹാസിൻ്റെ ഹീ. ദിവ്യ ആൻഡ് മീര ഡോണ്ട് ആണ്, അപ്പോൾ ഡു. ദിവ്യയും മീരയും രണ്ടാളുള്ളത് കൊണ്ട് നമ്മൾ ദേ എന്ന പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുക. ഡു ദേ ആണ് കറക്റ്റ് ആൻസർ. ഡോഗ്സ് ലൈക്ക് മീറ്റ്, ഡോണ്ട് ദേ, അവിടെ ഡു ആണ് വാക്യം വരുന്നത്, പോസിറ്റീവ് ആണ് വാക്യം, ടാഗ് നെഗറ്റീവ് ആക്കണം, ഡോണ്ട് ദേ. ഹി വിൽ നെവർ നോ, അവനൊരിക്കലും അറിയില്ല, അവിടെ വില്ലാണ് അല്ലേ, ഹി വിൽ നെവർ നോ. ഇവിടെ ശരിക്കും നമുക്ക് ഹി വിൽ നെവർ നോ എന്ന് പറയുന്നത് വോണ്ട് ഹി ആണ് ടാഗായി വരേണ്ടത്. ബട്ട് നിങ്ങൾ ഇവിടെ കൊടുത്ത ആൻസറിനെ നിങ്ങൾ ഫോളോ ചെയ്യണം, വിൽ ഹി. ഓക്കെ, ഇനി സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയും വരട്ടോ. ഓക്കെ, 10th, ഹി ഹാസിൻ ഡൺ ഇറ്റ് യെറ്റ്, അവിടെ ഹാസിൻ്റെ ആണ്, സോ ഹാസ് ഹി. ഡോണ്ട് മേക്ക്, ഈ ഡോണ്ട് സ്മോക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഇംപറേറ്റീവായ വാക്യമാണ്, പുക വലിക്കരുത്, ഒരു ആജ്ഞാവാക്യം കൂടിയാണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആക്കണം, ആണ് വിലിയു ആയിട്ടാണ് എപ്പോഴും ടാഗ് വരിക കേട്ടോ, വിലിയു ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ, എവരിബഡി ഈസ് പ്രസൻറ്റ്. അവിടെ നമ്മൾ എവരിബഡി പറഞ്ഞാൽ എല്ലാവരും എന്നർത്ഥം. അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പനോണായിട്ട് നമ്മൾ ദേ യൂസ് ചെയ്യുക. അപ്പോൾ ഈ വാക്യം പറയുമ്പോൾ ഈസ് ആണെങ്കിൽ പോലും ടാഗ് എഴുതുമ്പോൾ ആറിൻ്റെ ആയിട്ടാണ് എഴുതാറുള്ളത്. അത് അങ്ങനെയുള്ള ഒരു റൂൾസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. അവിടെ നോക്കൂ നിങ്ങൾ, എവരിബഡി പറഞ്ഞപ്പോൾ ആറിൻ ദേ പറഞ്ഞു, ബട്ട് എവറിത്തിങ് എന്ന് പറഞ്ഞപ്പോൾ ഒബ്ജക്റ്റ് വന്നപ്പോൾ ഈസിൻ്റെ ഇറ്റാണ് പറഞ്ഞത്, അതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ ഇങ്ങനെയുള്ള കുറച്ചൊരു റൂൾസുകൾ, അഡ്വാൻസ് റൂൾസ് വരുന്നുണ്ട്. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, ഡു യു? ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗീവ് മി ഹാൻഡ്, ഇതൊരു ആജ്ഞാവാക്യമാണ്. ആജ്ഞാവാക്യം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിലിയു കൊടുക്കാം. പോസിറ്റീവ് ആണെങ്കിലും വിലിയു കൊടുക്കാം. നേരത്തെ ഒരു ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞ നെഗറ്റീവ് വന്നു, അപ്പോൾ വിലിയു കൊടുത്തു. ഇവിടെ ഗീവ് മി ഹാൻഡ്, എന്നൊന്ന് സഹായിക്കൂ, അവിടെയും നിങ്ങൾ വിലിയു ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് വരുമ്പോൾ നോക്കൂ നിങ്ങൾ, 16th, ഹി ബിലീവ്സ് യു.
കാരണം ബിലീവ്സ് ആണ്. അവിടെ എസ് കാണുമ്പോൾ ഒരു ഡസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. വെർബിൻ്റെ കൂടെ എസ് കാണുമ്പോൾ ഒരു ഡസ് ആണ് അവിടെ ഉള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഡസ് ആണ് ഓക്സിലറി. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യുക? ഡസിൻ്റ് ഹി. ഇനി ഹി ഷുഡിൻറ്റ് നോക്കിക്കോളൂ. ഹി ഷുഡിൻറ്റ് ഡു ഇറ്റ്. പിന്നെ അവനത് ചെയ്യില്ല, അല്ലെങ്കിൽ അവനത് ചെയ്യാൻ പാടില്ല. ഷുഡിൻ്റ് ആണ്, അപ്പോൾ ഷുഡ് ഹി ആണ് വരിക. കാരണം വാക്യം പോസിറ്റീവ് ആകുമ്പോൾ ടാഗ് നെഗറ്റീവ് ആവണം. വാക്യം നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് പോസിറ്റീവ് ആവണം. ഐ ആം നോട്ട് ദ ബോയ്, ആം ഐ? എന്നാൽ ഐ ആം ദാറ്റ് ബോയ് എന്നാണെങ്കിൽ ആറിൻ്റെ ഐ കൊടുക്കട്ടോ. ആമിൻ്റെ ഐ അല്ല, ആറിൻ്റെ ഐ ആണ്. അതേസമയം ഐ ആം നോട്ട് ദാറ്റ് ബോയ് എന്ന് പറയുമ്പോൾ വാക്യം നെഗറ്റീവാണ്, ടാഗ് പോസിറ്റീവ് ആക്കണം. ആം ഐ? ഹി ഹാസ് ബീൻ ടു ഇന്ത്യ ട്വൈസ്. ഹാസ് ബീൻ ആണ്, അപ്പോൾ ഹാസിൻ്റെ ഹി. ഐ ആം ക്ലവർ, നേരത്തെ പറഞ്ഞു. ആം വരികയാണെങ്കിൽ ആമിൻ്റെ കൊടുക്കരുത്, ആറിൻ്റെ കൊടുക്കേണ്ടത്. ആറിൻ്റെ ഐ. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ. ഇത് വീണ്ടും സംഭവിക്കാൻ ഇടവരുത്തരുത്. അതൊരു നെഗറ്റീവായ കമാൻഡാണ്. വിൽ യു? ഓക്കെ. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. കുഡാണ്, അപ്പോൾ കുഡിൻ്റെ ഹി അറിയാലോ. ഓക്കെ. ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ആമിൻ്റെ ഐ കൊടുക്കരുത്, ആറിൻ്റെ ഐ. ഐ ഡിഡിൻറ്റ് ബ്രിങ് ഇനഫ് മണി. ഡിഡിൻറ്റ് ആണ്, അപ്പോൾ ഡിഡ് ഐ. യു വിൽ ഹെൽപ്പ് മീ ടു ഡു ദ ഡിഷസ്. ഓക്കെ. അപ്പോൾ അവിടെ വില്ലാണ്. വില്ലാവുമ്പോൾ വോണ്ട് യു, കാരണം വില്ലിനോട്ട് ചുരുങ്ങിയതാണ് വോണ്ട്. ഇനി ഐ ലൈക്ക് ജാക്കി ജാൻ. അപ്പോൾ നമുക്ക് അവിടെ പറയാം ഐ ആണ്. ഐ ആവുമ്പോൾ ഡോണ്ട് ഐ ആണ് വരിക. ഓക്കെ. ഇനി ഹി ഹാഡിൻറ്റ് ഗോട്ട് ഹിസ് ടൈം ടു ടോക്ക്. ഹി ഹാഡിൻറ്റ് ഗോട്ട് ഹിസ് ടൈം ടു ടോക്ക്. അവിടെ എന്താ വരിക? ഹാഡ് ഹി. ഓക്കെ. ഹാഡിൻ്റെ ആണ്, ഹാഡ് ഹി. ഐ ഷുഡ് കോൾ ഹർ. ഷുഡിൻറ്റ് ഐ. ഹി ഈസ് ഫ്രം ഇന്ത്യ. ഇവിടെ ഈസ് ആണ്, അപ്പോൾ ഈസിൻ്റെ ഹി. ഷീ ഡസിൻറ്റ് വാണ്ട് ടു ഗോ. ഡസ് ഷീ? ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യു ഡിഡിൻറ്റ് ഡു ഹോംവർക്ക് യെസ്റ്റർഡേ. ഡിഡ് യു? ഷീ ഈസ് കളക്ടിങ് സ്റ്റിക്കേഴ്സ്. ഈസ് ഇൻ ഷീ? ഇറ്റ് ഈസ് ഇൻ വെരി കോൾഡ് ടുഡേ. എന്താ കൊടുക്കുക? ഈസ് ഇറ്റ്? അവിടെ കാണാൻ പറ്റും ഈസ് ഇറ്റ്. ഇനി നെക്സ്റ്റ്, യു വിൽ നെവർ സേ യെസ്. അവിടെ നമ്മളത് കൊടുക്കുക. അവിടെ ഈ വാക്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കാരണം നെവർ വന്നാൽ ഞാൻ പറഞ്ഞു നിൽക്കണേ, നെവർ എന്ന വാക്ക് വന്നാൽ നോട്ട് ചേർക്കാത്തന്നെ വാക്ക് നെഗറ്റീവായി. കാരണം നിങ്ങൾ ഒരിക്കലും യെസ് എന്ന് പറയരുത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. വാക്യം നെഗറ്റീവാണ്, അപ്പോൾ ടാഗ് പോസിറ്റീവ് ആക്കണം. വിൽ യു? ഓക്കെ. ഇറ്റ് വാസ് ഇൻ വെരി ഡിഫിക്കൾട്ട്. വാസ് ഇറ്റ്? ഹി വോണ്ട് ബി ഹാപ്പി. കാരണം വോണ്ട് പറഞ്ഞാൽ വിൽ നോട്ടാണ്, വാക്യം നെഗറ്റീവാണ്, ടാഗ് പോസിറ്റീവ് ആക്കണം. വിൽ ഹി? ആനന്ദ് ഹാഡിൻറ്റ് ഗ്രോൺ മച്ച്. ഹാഡിൻ്റെ ആണ്, ഹാഡ് ഹി. ജെയിൻ കാൺഡ് സ്വിം. അപ്പോൾ കാൺഡ് ആണ്. ഓക്കെ. കാൺഡ് ആണ്, അപ്പോൾ ക്യാൻ ഷി. കിയൂർ വിൽ കം ടു നൈറ്റ്. ആളെ പേരാണ് കിയൂർ കേട്ടോ. അപ്പോൾ വില്ലാണ്, വാക്യം പോസിറ്റീവാണ്, ടാഗ് നെഗറ്റീവ്. വോൺ ഹി. ഇനി അടുത്ത് കീർത്തി ഓൾവേസ് സ്ലീപ്സ് ഏർലി. അപ്പോൾ അവിടെ സ്ലീപ്സ് ആണ്, ഡസ് അവിടെ ഉണ്ട്. ഓസ്ലറി ഡസ് ആയതുകൊണ്ട് ഡസിൻ ഷീ ആണ് കറക്റ്റ് ആൻസർ. കീർത്തി ലേഡി ആയതുകൊണ്ട് ഡസിൻ ഷീ ആണ് കേട്ടോ. അപ്പോൾ ഡസിൻ ഹി എഴുതിയാലും ആൻസർ കറക്റ്റ് ആവും, ഡസിൻ ഷീ ആയാലും കറക്റ്റ് ആവും. ലെറ്റസ് ഡു ഇറ്റ്. ഈ ലെറ്റ് കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങൾക്ക് ടാഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഷാളാണ് യൂസ് ചെയ്യുക. കാരണം ഈ ലെറ്റ് കൊണ്ട് ആരംഭിക്കുന്ന വാക്യം എന്താണെന്ന് അറിയില്ലേ? നമ്മൾ നമ്മുടെ മനസ്സിലുള്ള നിർദ്ദേശങ്ങൾ ഒരാളോട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് ലെറ്റ് അസ്. ആ ഒരു ഫോം. ലെറ്റ് അസ് ഗോ, നമുക്ക് പോകാം. ലെറ്റ് അസ് പ്ലേ, നമുക്ക് കളിക്കാം. ലെറ്റ് അസ് ഗോ ഫോർ എ മൂവി, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ലെറ്റ് അസ് വർക്ക് ടുഗദർ, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ പറയുന്ന വാക്യങ്ങളിൽ ലെറ്റ് നമുക്കറിയാം ഒരു നിർദ്ദേശം കാണിക്കുന്ന വാക്യമാണ്. അപ്പോൾ നിർദ്ദേശം കാണിക്കുന്ന വാക്യമാവും എപ്പോഴും ഷാള് ആണ്. ആ വാക്യം പോസിറ്റീവോ നെഗറ്റീവോ നോക്കണ്ട, ഷാൾ ആയിരിക്കും. ഷാൾവി ആണ്, കാരണം അസ്സാണ് വരുന്നത്, നമുക്ക് എന്നാണ് ഉള്ള വാക്ക വരുന്നത്. അതുകൊണ്ട് ഷാൾവി ആണ് എപ്പോഴും ഇങ്ങനെയുള്ള വാക്യത്തിൻ്റെ ടാഗായിട്ട് വരിക. അപ്പോൾ ലെറ്റസ് കൊണ്ട് ആരംഭിക്കുന്ന വാക്യമാണെങ്കിൽ എപ്പോഴും ഷാൾവി ആയിരിക്കും. നെക്സ്റ്റ്, ഹി ഹാസ് ഗോട്ട് മൈ ന്യൂസ് പേപ്പർ അഗെയിൻ. നോക്കൂ, ഹാസിൻ്റെ ഹി. മാൻസി ഹാസ് ആൻസേർഡ് ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ. ദ ഹാസിൻ ഷീ. മിമി ആൻഡ് ലിലി വേർ സാഡ് യെസ്റ്റർഡേ. വേർ ഇൻ ദ, കാരണം വേറാണ് ഓസ്ലറി, വേർ ഇൻ ദ ആണ് വരിക, രണ്ടുപേരെ കാര്യമാണ്. മിസ്റ്റർ ബട്ട് ഈസ് സിക്ക്. അവിടെ ഈസ് ഇൻ ഷീ, സോറി മിസ് ബട്ട് ആണ് കേട്ടോ. ഓക്കെ. മിസ് സിരിഷ അസൈൻസ് എ ലോട്ട് ഓഫ് വർക്ക്.
ഡസിൻ ഷീ, കാരണം ലേഡിൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. ദർ ആർ സം ഓറഞ്ചസ് ഇൻ ദ ബാസ്ക്കറ്റ്, ആർ ഇൻ ദർ. കണ്ടോ? അപ്പോൾ ദർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുക, ആർ ഇൻ ദർ. അതുപോലെ നിമ ഡിഡിൻറ്റ് വിസിറ്റ് ഈസ് ഗ്രാൻഡ് ഫാദർ ലാസ്റ്റ് വീക്ക്. നിമ അവളെ ഗ്രാൻഡ് ഫാദറിനെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ല. അവിടെ ഡിഡിൻ്റ് ആണ്, അപ്പോൾ ഡിഡ് ആണ് വരേണ്ടത്, ഡിഡ് ഷീ. ഓക്കെ. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ വൈഫ്. എന്താ ടാഗ് വരിക നോക്കൂ നിങ്ങൾ, ഹാസ് ഇൻ ഹി. ഓക്കെ. ദർ ഈസ് എ ഡിക്ഷണറി ഓൺ ദ ഷെൽഫ് അല്ലേ. അപ്പം നമുക്കവിടെ ഈസിൻഡ് ദർ എന്ന് തന്നെയാണ് കറക്റ്റായിട്ട് ആൻസർ വരിക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി വോയിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം. വോയിസ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും എക്സാമിന് മുമ്പ് ഒരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗം കൂടി നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നോക്കിക്കോളൂ, വോയിസ് ചേഞ്ച് ആണ് പഠിക്കേണ്ടത്. അതായത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുക, പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസ് ആക്കുക. അപ്പോൾ ശരിക്കും എന്താണ് ഈ ആക്റ്റീവ് വോയിസ്? അപ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ആ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഈ പാസീവ് വോയിസിൻ്റെയും ആക്റ്റീവ് വോയിസിൻ്റെയും പ്രത്യേകത ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ, പിന്നെ ഇപ്പം നമ്മൾ ഒരു വാക്യത്തിൽ സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള വാക്യമുണ്ട് അല്ലേ. സബ്ജക്റ്റിന് ഒബ്ജക്റ്റിനേക്കാളും പ്രാധാന്യമുള്ള വാക്യമുണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. ആ പുഴക്ക് കുറുകെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും MLA ഫണ്ടും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പാലം പണിയാണ്. ഓക്കെ. ശരിക്കൊരു സ്റ്റേറ്റ് ബ്രിഡ്ജ് എന്ന് പറയാൻ വയ്യ, കാരണം സ്റ്റേറ്റ് ഹൈവേ അല്ല, ലോക്കൽ ഹൈവേ ആണ്. അതിൽ കൂടി ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വണ്ടിയൊന്നും പോവാറില്ല, ലോക്കലായിട്ടുള്ള ബസ് സർവീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹൈവേയുടെ മേലെ നമ്മൾ ഹൈവേയിലൂടെ ഒരു പാലം പണിതു. ആ പാലത്തിന് വളരെ വലിയ അമിതമായ പ്രാധാന്യമൊന്നുമില്ല അല്ലേ. ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരികയാണ്. ഓക്കെ. നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വരികയാണെങ്കിൽ ഈ വരുന്ന പ്രൈം മിനിസ്റ്ററിനാണോ പ്രാധാന്യം, അതോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പാലത്തിനാണോ? ഓക്കെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശ്രദ്ധ മുഴുവൻ വരുന്ന പ്രൈം മിനിസ്റ്ററിലായതുകൊണ്ട് പ്രാധാന്യം അദ്ദേഹത്തിനാണ്. അപ്പോൾ ഇത്തരം വാക്യങ്ങളിൽ നമ്മൾ പറയും സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള വാക്ക് എന്ന് പറയും. കാരണം ഉദ്ഘാടനം ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ സബ്ജക്റ്റും എന്തിനെയാണോ ഉദ്ഘാടനം ചെയ്യുന്നത് പാലം, അത് ഒബ്ജക്റ്റുമാണ്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്നാൽ നമുക്ക് ചില കേസിൽ സബ്ജക്റ്റിനേക്കാളും പ്രാധാന്യം ഒബ്ജക്റ്റിന് വരും. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ പേര് പറയേണ്ട ഒരു ആവശ്യമില്ല, സബ്ജക്റ്റ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരും. അത്തരം അവസ്ഥയിൽ നമ്മൾ സബ്ജക്റ്റിനെ പലപ്പോഴും വാക്യത്തിൽ പറയില്ല, ഒബ്ജക്റ്റിനാണ് അമിതമായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത്തരം വാക്യങ്ങളാണ് പാസീവ് വോയിസ് അല്ലേ. അപ്പോൾ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിരുന്ന ഒരു ലേഡിയെ ആരോ പോക്കറ്റ് അടിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ സാധാരണ പറയുക ആ ലേഡി പോക്കറ്റ് അടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയും. അവിടെ ആരോ ഒരാളാണ് അവരുടെ ക്യാഷ് കൊണ്ടുപോയിരിക്കുന്നത്. ആ കൊണ്ടുപോയ ആളെ കണ്ടെത്തുക എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തന്നെയും അവിടെ പ്രാധാന്യം ആർക്കാണ്? ആ ലേഡിക്കാണ്. കാരണം ആ ലേഡിയാണ് നമ്മളൊക്കെ ഒരുതരം വല്ലാത്ത ഭാവത്തിൽ നോക്കാറുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റാണ് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ദ ലേഡി ഹാസ് ബീൻ പിക്ക് പോക്കറ്റഡ്, ആ ലേഡിയെ പോക്കറ്റ് അടിക്കപ്പെട്ടു എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസി എന്തോ ഒരു ക്രൈം കേസിൽ പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നു അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പിന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം ഈ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വേറെ ആരെയും ജോലിയല്ല, പോലീസിൻ്റെയും അതുപോലെ കസ്റ്റംസിൻ്റെയും ജോലിയാണെന്നത് നമുക്ക് നന്നായി അറിയാം. അപ്പോൾ സബ്ജക്റ്റ് ആരാണെന്നുള്ളത് പൊതുവെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ സബ്ജക്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കുറഞ്ഞ വാക്യങ്ങൾ നമ്മൾ പാസീവ് വോയിസ് ആയിട്ട് പറയും, സബ്ജക്റ്റിന് പ്രാധാന്യം കൂടിയ വാക്യങ്ങൾ നമ്മൾ ആക്റ്റീവ് വോയിസ് ആയിട്ട് പറയും. മലയാളത്തിൽ ഒരു 80% സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള വാക്യങ്ങളാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസ് ആണ് മലയാളത്തിൽ പ്രാധാന്യം. ഒരു 20% മാത്രമേ പാസീവ് വോയിസിന് മലയാളത്തിൽ പ്രാധാന്യമുള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ 50-50 ആണ്, രണ്ടിനും പപ്പാതി പ്രാധാന്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാസീവ് വോയിസിൻ്റെ പഠനം ഇംഗ്ലീഷ് ഗ്രാമർ പഠനത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ? യെസ് കേട്ടോ. അപ്പോൾ നമ്മളെ ലെസൺ എടുക്കാത്തതുകൊണ്ടേ ഒന്ന് ആമുഖമായിട്ട് മൊത്തം പരിചയപ്പെടുത്തിക്കാണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന കണ്ടീഷനിലാണ് പറയുന്നത്.
ഒന്ന് നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെർ മാനേഴ്സ് പ്ലീസ്ഡ് അസ് വെരി മച്ച്. പിന്നെ അവളുടെ സ്വഭാവ രീതികൾ ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. അവിടെ ഞങ്ങളാണ് ഓബ്ജക്റ്റ്, പിന്നെ ഹെർ മാനേഴ്സ് ആണ് സബ്ജക്റ്റ്. മനസ്സിലായോ? പിന്നെ ഹെർ മാനേഴ്സ് എന്ന് പറയുന്ന അവളുടെ സ്വഭാവ മര്യാദകൾ എന്ന് പറയുന്നത് അത് സബ്ജക്റ്റ് ആണ്. അസ് ഞങ്ങളെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ആരംഭത്തിൽ അസ് അതേപോലെ കൊടുക്കാൻ പാടില്ല, ഞങ്ങളെ എന്ന് പറയുന്ന വാക്ക് അതേപോലെ കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ഞങ്ങൾ എന്ന ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അസിൻ്റെ ഫോം ഏതാണ്? വി ആണ് വരിക. അപ്പോൾ വി വേർ വെരി മച്ച് പ്ലീസ്ഡ് വിത്ത് ഹെർ മാനേഴ്സ്. അങ്ങനെയാണ് ഇത്തരം വാക്യം പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പാസീവ് വോയിസ് വേറെ ആയിട്ട് പഠിക്കണമെന്നില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാൽ മതി ഇതന്നെ വരുള്ളൂ. ദ ഡ്രൈവർ വാസ് ബ്ലോയിങ് ദ ഹോൺ. അവിടെ നിങ്ങൾ ദ ഹോൺ ആണ്, ഹോൺ എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ ഹോൺ തന്നെ. ഹോൺ ആണ് എന്ത്? ഒബ്ജക്റ്റ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൊടുക്കണം, ദ ഹോൺ ആരംഭത്തിൽ വരുന്ന പോലെ കൊടുക്കണം. പിന്നെ ഈ ING വരുന്ന വെർബുകൾ എല്ലായ്പ്പോഴും പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒരു ബീയിങ് നിർബന്ധമായും കൊടുക്കണം. ഞാൻ എന്താ പറഞ്ഞത്? ING വരുന്ന വെർബുകളെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് ആദ്യം കൊടുക്കണം. മാത്രമല്ല ആ വെർബിൻ്റെ V3 ആണ് പിന്നെ എഴുതേണ്ടത്. നോക്കൂ നിങ്ങൾ, ദ ഹോൺ വാസ് ബീയിങ് ബ്ലോൺ ബൈ ദ ഡ്രൈവർ. ദ ഹോൺ വാസ് ബീയിങ് ബ്ലോൺ ബൈ ദ ഡ്രൈവർ. ബ്ലോ, ബ്ലൂ, ബ്ലോൺ എന്നാണ് ഈ ബ്ലോ എന്ന വാക്കിൻ്റെ V1, V2, V3 വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ തീഫ് വാസ് കോട്ട് ബൈ ദ പോലീസ്. ഇത് പാസീവ് വോയിസിൽ പറഞ്ഞ വാചകം നമ്മളോട് ആക്റ്റീവ് വോയിസ്ക്ക് മാറ്റാനാണ്. അപ്പോൾ അതിൻ്റെ ദ പോലീസ് കോട്ട് ദ തീഫ്. ദ പോലീസ് കോട്ട് ദ തീഫ്. പോലീസ് കള്ളനെ പിടികൂടി എന്ന് പറയേണ്ടത്. ദ ഹണ്ടർ ഷോട്ട് ദ ടൈഗർ. അത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ പാസീവ്ക്ക് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റുക? ദ ടൈഗർ വാസ് ഷോട്ട് ബൈ ദ ഹണ്ടർ. അങ്ങനെയാണ് മാറ്റേണ്ടത്. ഓക്കെ, ഇതൊക്കെ നന്നായി എഴുതി പഠിക്കുന്നത് നല്ല കേട്ടോ. എഴുതി മനപ്പാഠം പഠിക്കുന്നതാണ് വളരെ നല്ലത്. ഇനി അടുത്തത്, ദേ ഡ്രൂ എ സൈക്കിൾ ഇൻ ദ മോർണിംഗ്. ദേ ഡ്രൂ എ സൈക്കിൾ ഇൻ ദ മോർണിംഗ്. ഇപ്പോൾ ഡ്രൂ എ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ചവിട്ട് തന്നെയാണ്. ഓക്കെ, സൈക്കിൾ വലിക്കുക, ഓടിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ദ സൈക്കിൾ വാസ് ഡ്രോൺ ബൈ ദം ഇൻ ദ മോർണിംഗ്. ഈ ദേ എന്നുള്ളത് ദമ്മായിട്ട് മാറും ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ. അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി ദേ വിൽ ഡിമോളിഷ് ദ എൻറ്റയർ ബ്ലോക്ക്. അപ്പോൾ ഇതിൽ എൻറ്റർ ബ്ലോക്കാണ് ഒബ്ജക്റ്റ്, ഈ കൊടുത്തിട്ടുണ്ട് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ എൻറ്റർ ബ്ലോക്ക് ആരംഭത്തിൽ വരുന്ന പോലെ പാസീവ് വോയിസ് ആയിട്ടാണ് മാറ്റി എഴുതേണ്ടത്. ദ എൻറ്റർ ബ്ലോക്ക് വിൽ ബി ഡിമോളിഷ്. ഡിമോളിഷ് എന്ന വെർബിൻ്റെ V3 ഡിമോളിഷ്ഡ് ആണ് ബൈ ദം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പാസീവ് വോയിസിൽ V3 മാത്രമേ യൂസ് ചെയ്യാവൂ. ആണിപ്പോൾ നിങ്ങൾ പാസീവ് വോയിസ് കാണുന്ന വാക്യങ്ങൾ മുഴുവൻ വെർബിൻ്റെ തേർഡ് ഫോമായ V3 മാത്രമേ കാണുള്ളൂ. ഇനി 7 നോക്കിക്കോളൂ, വി ഹാവ് വാണ്ട് യു. അവിടെ നമ്മൾ യു ആണ് ഒബ്ജക്റ്റ്, അത് ആദ്യം വരണം. യു ഹാവ് ബീൻ വാണ്ട് ബൈ അസ്. അടുത്തത്, ദ ഷോപ്പ് കീപ്പർ ലോവേഡ് ദ പ്രൈസസ്. ദ പ്രൈസസ് വേർ ലോവേഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. അങ്ങനെ കറക്റ്റ് ആൻസർ വരേണ്ടത്. ഇനി കൂടുതൽ ഡെഫിനേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായി പറയാതെ കേട്ടോ. ദേ ഹാവ് പബ്ലിഷ്ഡ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻവെൻഷൻ. എങ്ങനെ പറയുക? അവിടെ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻവെൻഷൻ എന്ന് പറയുന്ന വലിയൊരു ഭാഗമാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അതന്നെ ആദ്യം വരണം. ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻവെൻഷൻ ഹാവ് ബീൻ പബ്ലിഷ്ഡ് ബൈ ദം. അടുത്തത്, ഹീ ടീച്ചസ് അസ് ഗ്രാമർ. അദ്ദേഹം നമ്മളെ ഗ്രാമർ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ അസ് ആണ് ഒബ്ജക്റ്റ്. നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വി ആർ ടോട്ട് ഗ്രാമർ ബൈ ഹിം. ഇത് വേറെ മോഡലും പറയട്ടോ. ഓക്കെ, ഞാൻ കൂടുതൽ പറയാത്തത് കൺഫ്യൂഷൻ ആക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇനി ദെൻ 11, ഓൾ ട്രസ്റ്റ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ. അല്ലേ? അപ്പോൾ അവിടെ ഓൾ ആണ് സബ്ജക്റ്റ്, ഓണസ്റ്റ് പേഴ്സൺ ആണ് ഒബ്ജക്റ്റ്. ഓണസ്റ്റ് പേഴ്സൺ ആരംഭത്തിൽ വരണം. ആൻ ഓണസ്റ്റ് പേഴ്സൺ ഈസ് ട്രസ്റ്റഡ് ബൈ ഓൾ. ഇനി 12, ഇൻ വിൻ്റർ പീപ്പിൾ ഡു നോട്ട് ടേക്ക് ബാത്ത്സ്. ഓക്കെ, ബാത്ത് ആണ് ഒബ്ജക്റ്റ്. എ ബാത്ത് ഈസ് നോട്ട് ടേക്കൺ ബൈ ദ പീപ്പിൾ ഇൻ വിൻ്റർ. ഓക്കെ, ഷുഗർ ഈസ് ഗ്രോൺ ഇൻ ക്യൂബ. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, ഒരു ദേ എന്ന വേർഡ് കൂട്ടി കൊടുത്താലേ ആ ഒരു വാക്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇത് ആക്റ്റീവ് പാസീവ് വോയിസ് ആണ് കൊടുത്തേണ്ടത്. ക്വസ്റ്റ്യനിൽ നമ്മൾ ആക്റ്റീവാണ് എഴുതേണ്ടത്. ദേ ഗ്രോ ഷുഗർ ഇൻ ക്യൂബ. കാരണം ക്യൂബയിലെ ആളുകളെ കുറിച്ചാണ് അവിടെ ദേ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഡിഡ് ഹി ഷോ യു വാട്ട് ടു ഡു. സോ ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇത് പാസീവിലേക്ക് മാറ്റുമ്പോൾ വെർ യു ഷോൺ ബൈ എനി വൺ വാട്ട് ടു ഡു അങ്ങനെയാണ് വരേണ്ടത്.
15th, Aditya saw Dinesh shopping at the mall. In answer, Dinesh was seen shopping at the mall by Aditya. അടുത്തത്, ബിബിൻ ഹാഡ് നോട്ട് ബീൻ ടോൾഡ് അബൌട്ട് ദ മീറ്റിംഗ്. നമ്മളെങ്ങനെ പറയാ, നോബഡി ടോൾഡ് ബിബിൻ അബൌട്ട് ദ മീറ്റിംഗ്. അപ്പോൾ ഇവിടെയും കൊടുത്തേക്കേണ്ടത്, ക്വസ്റ്റ്യൻ കൊടുത്തേക്കേണ്ടത് പാസീവ് വോയിസ് ആണ്. നമ്മളോട് ആക്റ്റീവ് വോയിസ് കണ്ടെത്തിക്കാണ്ട് അത് ഏതാണ് പറഞ്ഞേക്കേണ്ടത്. ആ കൊടുത്തിരിക്കുന്ന ABCD ഓപ്ഷനിൽ നോബഡി ടോൾഡ് ബിബിൻ അബൌട്ട് ദ മീറ്റിംഗ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരിക. അത് ആക്റ്റീവ് വോയിസ് ആയിട്ട് വരിക. വൈ ഡിഡ് ഹി ഡിപ്രൈവ് യു ഓഫ് ദ മെമ്പർഷിപ്പ്? അതിന് ആൻസർ എന്താ വരിക? വൈ വേർ യു ഡിപ്രൈവ്ഡ് ഓഫ് ദ മെമ്പർഷിപ്പ് ബൈ ഹിം? കറക്റ്റായി പാസീവായിട്ട് വരേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻ്റെ പാസീവ് ഫോമുകളാണ് പറഞ്ഞിരിക്കേണ്ടത്. ഇനി ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ വർക്കേഴ്സ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ ആൻ അഡ്വൈസറി ബോർഡ്. ഇവിടെ ആൻ അഡ്വൈസറി ബോർഡാണ് ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അവിടെ ഹാസ് വാസ് ഡ്രിഫ്റ്റഡ് എന്ന് പറഞ്ഞ് പാസീവ് വോയിസിലാണ്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ തന്നെ പാസീവ് വോയിസിലാണ്. നമ്മൾ ആക്റ്റീവ് വോയിസിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. അപ്പോൾ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്ത പോലെ ആൻ അഡ്വൈസറി ബോർഡ് ഹാസ് ഡ്രിൽഡ് ദ ഗവൺമെന്റ്, ഹാസ് ഡ്രാഫ്റ്റഡ് ദ ഗവൺമെന്റ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ വർക്കേഴ്സ്. ഡ്രിൽഡ് അല്ല, ഡ്രാഫ്റ്റഡ് ആണ് വരേണ്ടത്. പക്ഷെ അവിടെ കൊടുത്ത ആൻസറിന് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഫോളോ ചെയ്യണം. ഇനി പുട്ടപ്പ് ദ ടെന്റ്. ലെറ്റ് ദ ടെന്റ് ബി പുട്ടപ്പ്. ഞാൻ നേരത്തെ നമ്മൾ ലെറ്റ് ദ ഡോർ ബി ഓപ്പൺ എന്ന് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞു തന്നു ഈ റൂൾസ്. വാസ് ദ ക്വസ്റ്റ്യൻ ആൻസേർഡ്? ഓക്കെ, വാസ് ദ ക്വസ്റ്റ്യൻ ആൻസേർഡ്. അവിടെ നമ്മൾ വാസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ. ഇതും കൊടുത്തിരിക്കുന്ന വാസ് ദ ക്വസ്റ്റ്യൻ ആൻസേർഡ് അത് പിന്നെ പാസീവ് വോയിസ് ആണ്. നമ്മളിത് ആക്റ്റീവ് വോയിസിലേക്കാണ് മാറ്റേണ്ടത്. വാസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ അങ്ങനെ മാറ്റേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഡോഗ് ചേസ്ഡ് ദ കാറ്റ്. ദ ഡോഗ് ചേസ്ഡ് ദ കാറ്റ്. ഇവിടെ ദ കാറ്റ് വാസ് ചേസ്ഡ് ബൈ ദ ഡോഗ് ആണ് കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി 22nd, ദ ഡോഗ് ബിറ്റ് ദ ബോയ്. ദ ഡോഗ് ബൈറ്റ്, ബിറ്റ്, ബിറ്റൻ. കടിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ബിറ്റ് പറയുന്നത്. അപ്പോൾ അതിന് കറക്റ്റ് പാസീവ് എങ്ങനെ വരിക? ദ ബോയ് വാസ് ബിറ്റൻ ബൈ ദ ഡോഗ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. അടുത്തത്, ദ പ്യൂൺ റാങ് ദ ബെൽ. ദ ബെൽ വാസ് റങ് ബൈ, റിങ്, റാങ്, റങ് ആണ് കേട്ടോ. കാരണം റിങ്ങിൻ്റെ വീത്ത് റങ് ആണ്. റങ് ബൈ ദ പ്യൂൺ. ഇനി റാം പ്ലേഡ് ഹോക്കി. ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് മാറ്റുമ്പോൾ ഹോക്കി വാസ് പ്ലേഡ് ബൈ റാം. മിസ് മേരി ടീച്ചേഴ്സ് ആസ് ഇംഗ്ലീഷ്. ഓക്കെ, അതും ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് മാറ്റുമ്പോൾ ഇംഗ്ലീഷ് ഈസ് ടോട്ട് ടു അസ് ബൈ മിസ് മേരി. ഇനി രാജു കോട്ട് ദ ബോൾ. ആൻസർ എന്താ വരിക? ദ ബോൾ വാസ് കോട്ട് ബൈ രാജ്. ഇനി 27, ചിൽഡ്രൻ ലൈക്ക് സ്വീറ്റ്സ്. എങ്ങനെ വരിക? സ്വീറ്റ്സ് ആർ ലൈക്ക്ഡ് ബൈ ചിൽഡ്രൻ. ഓക്കെ, റീത വിൽ ടേക്ക് എ ഫോട്ടോഗ്രാഫ്. അപ്പോൾ എ ഫോട്ടോഗ്രാഫാണ് ഒബ്ജക്റ്റ് ആരംഭത്തിൽ വരേണ്ടത്. എ ഫോട്ടോഗ്രാഫ് വിൽ ബി ടേക്കൺ ബൈ റീത. ഇവിടെ ഒക്കെ കൊടുത്തിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പാസീവ് വോയിസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ ടോട്ട് യു ദിസ് പോയം? അപ്പോൾ ഇത് ശരിക്കും ആക്റ്റീവ് വോയിസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ പാസീവ് വോയിസ് മാറ്റുമ്പോൾ ബൈ ഹൂം വേർ യു ടോട്ട് ദിസ് പോയം. ഓക്കെ, നെക്സ്റ്റ് ദ പോലീസ് അറസ്റ്റഡ് ദ സ്മഗ്ലർ. ഓക്കെ, അപ്പോൾ നമ്മൾ ദ സ്മഗ്ലർ, അവിടെ ആൻസർ എന്താ വരിക? ദ സ്മഗ്ലർ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഇനി 31, ശിവ വാസ് ഫ്ലൈയിങ് എ കൈറ്റ്. എങ്ങനെ ആൻസർ വരിക? എ കൈറ്റ് വാസ് ബീയിങ് ഫ്ലോൺ ബൈ ശിവ. അടുത്തത്, ദ ഹണ്ടർ ഷോട്ട് ദ ഡിയർ. എങ്ങനെ ആൻസർ വരിക? ദ ഡിയർ വാസ് ഷോട്ട് ബൈ ദ ഹണ്ടർ. ഓക്കെ, നെക്സ്റ്റ്, ദ ലയൺ അറ്റാക്ക്ഡ് ദ സീബ്ര. ഓക്കെ, ദ സീബ്ര വാസ് അറ്റാക്ക്ഡ് ബൈ ദ ലയൺ. ദ സീബ്ര വാസ് അറ്റാക്ക്ഡ് ബൈ ദ ലയൺ. ഇനി നെക്സ്റ്റ്, വിരാട് ത്രൂ ദ ബോൾ. ദ ബോൾ വാസ് ത്രോൺ ബൈ വിരാട്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത്, എവറി വൺ ലവ്സ് സാറ. സാറ ഈസ് ലവ്ഡ് ബൈ എവറി വൺ. ഞാൻ കൂടുതൽ ഡെഫിനേഷൻ പറയാത്തതെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത സംഭവം തന്നെയാണ് കേട്ടോ. 36, മൈ സിസ്റ്റർ ഹാസ് ഡ്രോൺ ദിസ് പോർട്രേറ്റ്. ദിസ് പോർട്രേറ്റ് ഹാസ് ബീൻ ദ പോർട്രേറ്റ് വാസ് ഡ്രോൺ ബൈ മൈ സിസ്റ്റർ ആണ് ആൻസർ കീ ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഫോളോ ചെയ്യേണ്ടതും. ഓക്കെ, അടുത്തത്, ദ പീപ്പിൾ വേർ ഹെൽപ്പിംഗ് ദ വൂണ്ടഡ് വുമൺ. നമ്മളെങ്ങനെ മാറ്റി ചെയ്താൽ ദ വൂണ്ടഡ് വുമൺ വാസ് ബീങ് ഹെൽപ്ഡ് ബൈ ദ പീപ്പിൾ. അങ്ങനെയാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്.
ഇനി 38ലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. സാം ഹാഡ് ടേക്കൺ ദ മെഡിസിൻസ്. എങ്ങനെ മാറ്റി ചെയ്താ? ദ മെഡിസിൻസ് ഹാഡ് ബീൻ ടേക്കൺ ബൈ സാം. ദ പ്ലെയർ ഈസ് ടേക്കിംഗ് എക്സ്ട്രാ ടൈം. എങ്ങനെ മാറ്റി ചെയ്താ? ആ എക്സ്ട്രാ ടൈം ഈസ് ബീങ് ടേക്കൺ ബൈ ദ പ്ലെയർ. ഓക്കെ. നെക്സ്റ്റ്, ദ കാറ്റ് എയ്റ്റ് ദ ഫിഷ്. അവിടെ പാസീവ് എങ്ങനെ വരിക? ദ ഫിഷ് വാസ് ഈറ്റൻ ബൈ ദ കാറ്റ്. ഓക്കെ. അപ്പോൾ പാസീവ് വോയിസ് നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഒന്നുകൂടി പിന്നെ പറയാനും ഉണ്ട്. എന്തായാലും ഈ കൊടുത്ത വാചകം അതുപോലെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. എല്ലാവരും കാര്യങ്ങൾ ശരിക്കും ഫോളോ അപ്പ് ചെയ്യുക. ഒന്നും മറക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അടുത്ത എല്ലാവരും ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ടെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ടെൻസ് സൗണ്ട്സ്. ഷീ ഡാഷ് എ യൂണിഫോം. അവിടെ വെയേഴ്സ്, കാരണം സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ യെസ് ഉപയോഗിക്കണമെന്ന് പഠിച്ചതാണ്. റോസ് മേരി ടോക്സ് 3 ലാംഗ്വേജസ്. അവിടെ സ്പീക്സും ആൻസർ കൊടുക്കാം, ടെൽസും കൊടുക്കാം. പക്ഷെ ഇവിടെ കൊടുത്ത ആൻസറുകൾ അതുപോലെ ഫോളോ ചെയ്യാം. ദെയർ സൺ വർക്ക്സ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. അവിടെ വർക്ക്സ് ആണ് ശരിയായ ആൻസർ. ഇനി അടുത്തതായിട്ട് ബേൺ ലിവ്സ് ഇൻ എ ഫ്ലാറ്റ് ഇൻ ബർമിംഗ്ഹാം. അവിടെയൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി വാട്ട് ഡസ് യുവർ ഫാദർ ഡു ഇൻ ഹിസ് ഫ്രീ ടൈം. ഓക്കെ. അവിടെ വാട്ടാണ് ആ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ നന്നായി വരുള്ളൂ. അടുത്തായിട്ട് എന്താണ്? ഡേ ഷെൽസ് തിങ്സ്. അവിടെ പോസ്റ്റ്മാൻ, എ നേഴ്സ്, എ ഡോക്ടർ. അപ്പോൾ ഇവിടെ ഏറ്റവും അനുയോജ്യമായ വാക്ക് ഷോപ്പ് കീപ്പറാണ്. ഓക്കെ. അർത്ഥം കൂടി നോക്കണം കേട്ടോ. ഫിലിപ്പ് ഡാഷ് ഇൻ ലണ്ടൻ. അവിടെ ലിവ്സ് ആണ് ശരിയാവുക. ഡാഷ് എ മാഗസിൻ. അവിടെ റീഡ് എ മാഗസിൻ. ഓക്കെ. ഡാഷ് എ ഷവർ. ഇവിടെ ഹാവ് എ ഷവർ. സാധാരണ കുളിക്കാൻ വേണ്ടി പോകുന്നതിനാണ് ഹാവ് എ ഷവർ എന്നൊക്കെ പറയാറുള്ളത്. ടൂറിസ്റ്റ് കം ഡാഷ് ബോട്ട്. ബോട്ടിലൂടെ ടൂറിസ്റ്റുകൾ വരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ബൈ ബോട്ട് എന്നാണ് പറയുക. ഓക്കെ. ഷീ കംസ് ഫ്രം ഇംഗ്ലണ്ട്. അവിടെ നമ്മൾ ഷീ സിംഗുലർ ആയതുകൊണ്ട് കമ്മിൻ്റെ കൂടെ യെസ് ചേർക്കണം. മോസ്റ്റ് പീപ്പിൾ ഡാഷ് വർക്ക്. അവിടെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്റ്റാർട്ട്സ് വർക്ക് അറ്റ് 8 o'clock എവറി മോർണിംഗ്. സ്റ്റാർട്ട്സ് ആണ് ശരിയായിട്ട് വരിക. ഇനി അടുത്തായിട്ട് ഇസബൽ ഈസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. ഷീ സർവീസ് പാസഞ്ചേഴ്സ്. ഷീ ആയപ്പോൾ സർവീസ് എന്ന വാക്കാണ് വന്നത്. ഓക്കെ. ഷീ ഡാഷ് ഫ്രം അമേരിക്ക. അപ്പോൾ അവിടെ ഡസീൻറ്റ് കം ആണ് കറക്റ്റായിട്ട് വരിക. നെഗറ്റീവ് ആക്കിയാണ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നെഗറ്റീവ് ആക്കിയാണ്. ഗെറ്റ് ഓൺ ദ ബസ്. ബസ്സിൽ കയറൂ എന്ന് പറയാൻ വേണ്ടി ഗെറ്റ് ഓൺ എന്ന പ്രയോഗമാണ് എപ്പോഴും വരിക. ഇനി ദർ ഈസ് എ ലെറ്റർ ഫോർ യു. അവിടെ ഫോർ വന്നാലേ ആ വാക്ക് ശരിയാവുള്ളൂ. അവർ ടീച്ചർ ഗിവ്സ് എ ഡാഷ് ലോട്ട് ഓഫ് ഹോംവർക്ക്. അവിടെ അസ്. നമ്മുടെ ടീച്ചർ നമുക്ക് ഒരുപാട് ഹോംവർക്ക് തരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് മേരി ഡാഷ് ഫേസ് ഹെർ എവറി മോർണിംഗ്. വാഷസ് ഹെർ ഫേസ്. ഓക്കെ. മൈ പാരൻസ് ഡാഷ് ഈറ്റ് മീറ്റ്. മൈ പാരൻസ്. അവിടെ എന്താ വരിക? മൈ പാരൻസ് ആവുമ്പോൾ പ്ലൂരലാണ്. അപ്പോൾ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഇനി ഷീ ഡാഷ് എ ബസ് ടു യൂണിവേഴ്സിറ്റി. അവിടെ ഓൾവേസ് ടേക്സ് ആണ് ശരിയായി വരിക. എവറി ഇയർ മില്യൺസ് ഓഫ് പീപ്പിൾ വിസിറ്റ്. കാരണം അവിടെ പ്ലൂരലാണ്. അപ്പോൾ അവിടെ വിസിറ്റ്സ് പാടില്ല, വിസിറ്റാണ് ശരിയാവുക. വി ഓൾവേസ് ഡാഷ് ലെമനൈഡ് ഇൻ ദ ഈവനിങ്സ്. അവിടെ നമുക്ക് ഹാവ് ലെമനൈഡ് ആണ് ശരിയാവുക. ഡാഷ് ഹി ലൈക്ക്ഡ് ഹിസ് ജോബ്. ഡസ് ഹി ലൈക്ക് ഹിസ് ജോബ്. ഡസ് ആണ് അവിടെ കറക്റ്റായിട്ട് പ്രയോഗം. ഇനി വേർ ആർ ദേ ലിവ്. അവരെവിടെയാണ് താമസിക്കുന്നത്? ഓക്കെ. അവിടെ അവിടെ വേർ ആറല്ല, വേർ ഡു ആണ് ശരിയായി വരിക. വേർ ഡു ദേ ലിവ് ആണ് കറക്റ്റ് ആൻസർ. അത് ഫോളോ ചെയ്യാം. ആൻഡ്രൂ ബൈസ് എ ന്യൂസ് പേപ്പർ എവറി ഡേ. ഓക്കെ. ഹീ റീഡ്സ് ഇറ്റ് അറ്റ് ഹോം. ഹീയും ഇറ്റും ആണ് അവിടെ കറക്റ്റായി വരുന്നത്. ഡു യു റിലാക്സ് ഡാഷ് വീക്കെൻഡ്. അവിടെ അറ്റ് വീക്കെൻഡ് ആണ് ശരിയായി വരിക. ഓക്കെ കേട്ടോ. നമ്മൾ ഈ പരമാവധി ഈ ചോയ്സിൽ കൊടുത്ത ആൻസർ തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഷീ ലവ്സ് ലിസണിങ് ടു മ്യൂസിക്. ലിസണിങ്. മൈ ബ്രദേഴ്സ് ബർത്ത്ഡേ ഈസ് ഓൺ മാർച്ച്.
ഇനി ഐ ലൈക്ക് ഡാഷ് കുക്കിംഗ്, അവിടെ കുക്കിംഗ് ആണ്. ഇനി ദേ ഓഫ്റ്റൺ ഈറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഓൺ ട്യൂസ്ഡേ, ദിവസങ്ങളുടെ പേരിന് മുമ്പ് വരുന്ന പ്രിപ്പോസിഷൻ ഓൺ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് 31 എ ഡാഷ്, അവിടെ ഒരു സംഭാഷണമാണ്. അങ്ങനെ ഡിഡ് അലക്സ് ഹെൽപ്പ് യു യെസ്റ്റർഡേ ഈവനിങ്, ഇന്നലെ വൈകുന്നേരം പിന്നെ അലക്സ് നിങ്ങളെ സഹായിച്ചോ? അപ്പോൾ നിങ്ങൾ നോ ഹി ഡിഡിൻറ്റ്, അങ്ങനെ ആൻസർ പറയുന്നത്. ഓക്കെ, ആൻഡ് യൂഷ്വലി ഡ്രോവ് ടു വർക്ക് ബട്ട് യെസ്റ്റർഡേ ഷീ വാക്ക്ഡ്, ഡ്രോ വാക്ക്ഡ് ആണ് ശരിയായി വരിക. ഇറ്റ് ഡാഷ് ജാക്സ് ബർത്ത്ഡേ 2 days ago, ഇറ്റ് വാസ് ആണ് കറക്റ്റ് ആൻസർ. Tunke Attacken is an English teacher. He teaches English. Teaches. I came to live here 3 years ago. Ago ആണ് കറക്റ്റായിട്ട് പിന്നെ അവിടെ വരേണ്ട പ്രയോഗം. ഓക്കെ, ഇനി അതോടുകൂടി നമുക്ക് ടെൻസിൻ്റെ ഭാഗം കഴിയുകയാണ്. ഇനി നമുക്ക് ആഡ്വർബുകൾ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ കേട്ടോ, അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. നമുക്ക് ആഡ്വർബിൻ്റെ ഭാഗം ഒന്ന് നോക്കാം. സോ ആഡ്വർബ് നമുക്കിവിടെ കാണാൻ കഴിയും, നോക്കിക്കോളൂ. ഗോ ത്രൂ ദ ഗിവൺ സെൻറ്റൻസസ് ആൻഡ് ഐഡൻറ്റിഫൈ. അപ്പോൾ നമ്മൾ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിക്കുക, എന്നിട്ട് ആഡ്വർബുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. വി ഹാവ് സീൻ ദിസ് ബിഫോർ, അവിടെ 5 പദങ്ങളുണ്ട്. അതിൽ ബിഫോർ എന്ന വേർഡാണ് ആഡ്വർബ്. അപ്പോൾ ആഡ്വർബുകളിൽ കുറേ കാറ്റഗറി ഉണ്ട് കേട്ടോ. സമയം കാണിക്കുന്ന ആഡ്വർബ്, അതുപോലെ എന്താ പറയുക ഫ്രീക്വൻസി, ആവർത്തനം കാണിക്കുന്ന ആഡ്വർബ്, സ്ഥലം കാണിക്കുന്ന ആഡ്വർബ്, അങ്ങനെ ആഡ്വർബുകൾ തന്നെ കുറേ തരം വരുന്നുണ്ട്. ദ പോസ്റ്റ്മാൻ കംസ് ടു ഹർ ഡെയിലി, അവിടെ ഡെയിലി എന്ന പദമാണ് ഇത് ആഡ്വർബായിട്ട് വരിക. ദ മാൻ റിപ്പീറ്റഡ് ദ സെയിം തിങ് ത്രൈസ്, ത്രൈസ് പറഞ്ഞാൽ 3 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ത്രൈസ് എന്ന വേർഡാണ് ആഡ്വർബ്. യുവർ ഫ്രണ്ട് കോൾഡ് എഗൻ, എഗൻ എന്ന് പറഞ്ഞാൽ വീണ്ടും, അതാണ് അവിടെ ആഡ്വർബ്. രാം പ്ലീസ് വാക്ക് ഫോർവേഡ്, അതിൽ ഫോർവേഡ് എന്ന വേർഡാണ് ഇവിടെ ആഡ്വർബായിട്ട് മാറുന്നത്. ഓക്കെ, ദ ഹോഴ്സ് റാൻ അവേ ടു ദ ക്രൗഡ്, അവിടെ എവേ എന്ന വേർഡാണ് ആഡ്വർബ്. ഈ എവേ എന്ന വേർഡ് നമ്മൾ പ്രിപ്പോഷനായിട്ട് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, മൈ ബ്രദർ റൈറ്റ്സ് ക്ലിയർലി, അവിടെ ക്ലിയർലി എന്ന വേർഡാണ് ആഡ്വർബ്. ദ ഇന്ത്യൻ ആർമി ഫോർട്ട് ബ്രേവ്ലി, അതിൽ ബ്രേവ്ലി എന്ന വേർഡാണ് ആഡ്വർബായി വരിക. നെക്സ്റ്റ്, ദ മാംഗോസ് ആർ റൈപ്പ്, ദ മാംഗോസ് ആർ ഓൾമോസ്റ്റ് റൈപ്പ്, അവിടെ ഓൾമോസ്റ്റ് മിക്കവാറും എന്നൊക്കെ അർത്ഥം വരുന്ന ഓൾമോസ്റ്റ് ആണ് അവിടെ ആഡ്വർബ്. ആർ യു കീപ്പിംഗ് വെൽ, നിങ്ങൾ നന്നായിരിക്കുന്നോ, അവിടെ വെൽ എന്ന വേർഡാണ് ആഡ്വർബ്. അടുത്തായിട്ട് നമുക്ക് പിന്നെ യൂസ് ദ അപ്രോപ്രിയേറ്റ് പ്രൊനൗൺ, അനുയോജ്യമായ പ്രൊനൗണുകൾ ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രൊനൗൺസ്. ശ്യാം ഈസ് മൈ ബ്രദർ ഡാഷ് സ്റ്റഡി ഇൻ ദ സെയിം ക്ലാസ്, അവിടെ വി എന്ന വേർഡാണ് കറക്റ്റായി വരിക. നെക്സ്റ്റ്, ബിറ്റ്വീൻ റീതു ആൻഡ് മീ ഐ ആം ദ യങ്ങർ വൺ, മനസ്സിലായല്ലോ, അതൊക്കെ ഏറ്റവും ഈസി ഉള്ളതാണ്. ഡു യു സീ ദിസ് ബുക്ക് വിത്ത് മൈ നെയിം ഓൺ ഇറ്റ്, ഇറ്റ് ഈസ് മൈൻ, എൻ്റേത് എന്നർത്ഥം വരുന്ന വാക്കാണ് അവിടെ മൈൻ. ഓക്കെ, Miss Gwen is our new class teacher. She is very sweet. While cutting vegetables, me too cut themselves. Okay. അവിടെ ആൻസർ കീ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ നമുക്ക് ഹേർഡ് സെൽഫും ആൻസർ ആയിട്ട് കൊടുക്കാം, ബട്ട് ഇവിടെ കൊടുത്ത ആൻസർ കീ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം. ഇനി ദ ജൂറി ഗോട്ട് ഡിവൈഡ് എമംഗ് themselves. I am coming too. Please wait for me. Okay. Nobody but she was present. മറ്റാരും, അവളൊഴികെ മറ്റാരും പ്രസന്റ് ആയിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ദിസ് ബുക്ക് ഈസ് ബെറ്റർ ദാൻ ദ അതർ. ഇട്ടെന്ത് ഈസ് ദ മഗ് യുവേഴ്സ്, ഈ മഗ് നിങ്ങളുടേതാണോ? നമ്മൾ ഈ കപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് മഗ്, അറിയാലോ. ഇറ്റ് വാസ് ഓൺ യുവർ ടേബിൾ.
ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അനുയോജ്യമായ പ്രിപ്പോസിഷൻ ചേർക്കാനുള്ളതാണ്. നോക്കൂ, ലൈഫ് ഈസ് നോട്ട് ബെഡ് അറിയാതെ തന്നെ ഓഫ് വരും അല്ലേ, ബെഡ് ഓഫ് റോസസ്. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദർ വിൽ കം ഹിയർ വിത്തിൻ എ വീക്ക്. വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അകം, ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ വരും. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് അറ്റ് സൺസെറ്റ്. ഈ സൺസെറ്റ്, സൺറൈസ്, ഡോണ്, ഡസ്ക്, അത് പ്രഭാതം, പ്രദോഷം, അതോ കാണിക്കുന്ന വാക്കുകളാണല്ലോ സൺസെറ്റും സൺറൈസും ഡോണും ഡസ്കും ഒക്കെ. അതിനു മുമ്പ് നമ്മൾ അറ്റ യൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻ യു റൈറ്റ് വിത്ത് ദിസ് പെൻ? ഓ, ഈ പേന കൊണ്ട് എഴുതുമോ എന്നാണ് ചോദിക്കേണ്ടത്. ഈ പേന കൊണ്ട് എഴുതാൻ കഴിയുമോ, പറ്റുമോ? ഓക്കെ, നെക്സ്റ്റ്, വി ആർ പ്ലീസ്ഡ് വിത്ത് യുവർ വിസിറ്റ്. അവിടെ വിത്താണ് വരിക. ഐ ഷാൾ മീറ്റ് യു അറ്റ്. ടൈം കാണിക്കുന്ന ടൈമിന് മുമ്പ് നമുക്കറിയാം അറ്റാണ് യൂസ് ചെയ്യുക. മൈ ഫാദർ വിൽ റിട്ടയർ ഫ്രം സർവീസ് ഇൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ. സുകന്യ റൈറ്റ്സ് ഹെർ ലെഫ്റ്റ് ഹാൻഡ്. അവിടെ വിത്താണ് കേട്ടോ, അവിടെ ആൻസർ കീ കൊടുത്തിട്ടില്ല, വിത്താണ് ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, ആൻഡ് ഹീ കംസ് ബൈ എ കാർ. പലപ്പോഴും നമ്മൾ ഈ ട്രാൻസ്പോർട്ടിൽ നമ്മൾ വരാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേരിന് മുമ്പ് ബൈ ആണ് യൂസ് ചെയ്യുക, അറിയാലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അടുത്ത ഭാഗത്ത് വരുമ്പോൾ ലിങ്കിങ് വേർഡ്സ് ആണ്. എന്താ ലിങ്കിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ തന്നെയാണ്. കാരണം കൺജങ്ഷനെയും കൺജങ്ഷണൽ ഫ്രേസ്, ഇപ്പോൾ ഒരു വാക്ക് മാത്രം കൺജങ്ഷനായിട്ട് രണ്ട് വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അതാണ് കൺജങ്ഷൻ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൺജങ്ഷനായിട്ട് രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വരും. അപ്പോൾ അതാണ് കൺജങ്ഷണൽ ഫ്രേസ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടിനും പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ലിങ്കിങ് വേർഡ്സ്. ആ കൺജങ്ഷനും കൺജങ്ഷണൽ ഫ്രേസിനും പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ലിങ്കിങ് വേർഡ്സ്. ലിങ്കിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്ന പദങ്ങൾ എന്നേ അർത്ഥമുള്ളൂ മലയാളത്തിൽ. നോക്കൂ, ഐ വിൽ വിസിറ്റ് യു ആസ് സൂൺ ആസ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയ ഉടനെ തന്നെ ഞാൻ നിന്നെ ഒന്ന് വിസിറ്റ് ചെയ്തോളാം. മെരിയ വാസിൻ്റ് ഫീലിംഗ് സോ വെൽ. സോ വെൽ എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട്. നെവർദലെസ്, എന്നിരുന്നാലും. ഷീ വെൻറ്റ് ടു സ്കൂൾ. അവിടെ അതേ ശരിയാവുള്ളൂ അവിടെ. ഓക്കെ, ഹി വാസിൻ്റ് ഏബിൾ ടു ഫിനിഷ് ഹിസ് വർക്ക്. അവനവൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈവൻ ദോ, എന്നിരുന്നാലും ഹി ട്രൈഡ് ആസ് ഹാർഡ് ആസ് ഹി കുഡ്. അവനവന് കഴിയാവുന്നതിന് പരമാവധി അവൻ വർക്ക് ചെയ്തു. ഓക്കെ, ഐ ഹേറ്റ് മാത്ത് ആൻഡ് ഓൾസോ ഫിസിക്സ്. രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് ഓൾസോ എന്ന വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. വി ഹാവിൻറ്റ് സീൻ ബോബ് സിൻസ് ഹി അറൈവ്ഡ് ഫ്രം ലണ്ടൻ. ലണ്ടനിൽ നിന്ന് വന്നു ചേർന്നതിന് ശേഷം ഞങ്ങൾ ബോബിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ടു സ്റ്റേ അറ്റ് ഹോം വൈൽ മൈ ബ്രദർ വെൻറ്റ് ഔട്ട് വിത്ത് ഹിസ് ബഡീസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരുമൊത്ത് ബ്രദർ പുറത്തു പോയ സമയത്ത് ഞാൻ എനിക്ക് വീട്ടിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഓക്കെ, യെസ്റ്റർഡേ വാസ് ഡാഷ് ദാൻ ടുഡേ. അവിടെ എന്താണ്? മച്ച് ഹോട്ടർ, കൂടുതൽ ചൂടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ജോൺ ഹാഡ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഓൾ മോർണിംഗ് ദെർഫോർ ഹി ഹാസ് എക്സോസ്റ്റഡ്. ദെർഫോർ ആണ് വരിക. ഓക്കെ, ദെർഫോർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആയതുകൊണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡെസ്പൈറ്റ്, അതുപോലെ ഇൻസ്പൈറ്റ് ഓഫ്. ഇവിടെ കൊടുത്തേക്കേണ്ട ഇൻസ്റ്റഡ് ഓഫ് ആണ്. ഏകദേശം സെയിം അർത്ഥമല്ലെങ്കിലും പ്രയോഗങ്ങൾ സെയിം തന്നെയാണ്. ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു പാർക്കിൽ പോകുന്നതിന് പകരം വി വെൻറ്റ് ടു ദ മ്യൂസിയം. ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോയി. മൈനേഴ്സ് വെൻറ്റ് ഓൺ സ്ട്രൈക്ക് ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ് വർക്കിംഗ് കണ്ടീഷൻ. ഈ ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കാരണമായിട്ടെന്ന അർത്ഥം. ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോശമായ സാഹചര്യങ്ങൾ കാരണമായിട്ട്. ഓക്കെ, അടുത്ത 11. A lot of Europeans would like to visit Japan. However, such a travel is very expensive. അപ്പോൾ അത്തരം ട്രാവല് വളരെയധികം ചെലവ് കൂടിയതാണെങ്കിലും ഒരുപാട് യൂറോപ്യൻസ് ജപ്പാന് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഹവർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നിരുന്നാലും. വി മെയ്ഡ് എ ഡിസിഷൻ ടു അപ്ലൈ ടു ദ കോർട്ട്. ഞങ്ങൾ കോടതിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള തീരുമാനം എടുത്തു. ഇൻ ഓർഡർ ടു, വേണ്ടി, ഇൻ ഓർഡർ ടു ഗെറ്റ് റീഫണ്ട് ഫ്രം ദ സ്റ്റോറിൽ നിന്ന് റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്.
വി ഡിസൈഡ് ടു സ്റ്റേ അറ്റ് ഹോം. ഞങ്ങൾ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ബിക്കോസ് ഓഫ്, കാരണമായിട്ട്. ഓൺ അക്കൗണ്ട് ഓഫിൻ്റെ അതേപോലെ പ്രയോഗമാണ് ബിക്കോസ് ഓഫ്. ബാഡ് വെതർ, മോശമായ കാലാവസ്ഥ. ദീസ് ടു വേസസ് ലുക്ക് റാദർ സ്മോൾ, സിമിലർ. സിമിലർ മീൻസ് പറഞ്ഞാൽ ഒരേപോലെ കേട്ടോ. ആസ് മച്ച് ആസ് ദേ ആർ സെയിം ഷേപ്പ് ആൻഡ് കളർ. ഷേപ്പിലും കളറിലൊക്കെ സെയിം ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ അത്ര തന്നെയും ഈ രണ്ട് വേസുകളും ഒരേപോലെ തോന്നിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. യു മേ ടേക്ക് മൈ സ്മാർട്ട് ഫോൺ പ്രൊവൈഡഡ് യു ഡോണ്ട് ഡാമേജ് ഇറ്റ്. നിങ്ങളത് കേടുവരുത്തുന്നില്ല എന്ന പക്ഷം, ഈ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ ആകുന്ന പക്ഷം എന്ന അർത്ഥം, എന്ന പക്ഷം നിങ്ങൾക്ക് എൻ്റെ സ്മാർട്ട് ഫോൺ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഷീ സ്റ്റോപ്ഡ് സോ ആസ് ടു ടെക്സ്റ്റ് ഹെർ ബോയ് ഫ്രണ്ട്. അപ്പോൾ ടു ടെക്സ്റ്റ് ഹെർ തൻ്റെ ബോയ് ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു? നിർത്തി എന്ന് പറയുന്നത്. അവിടെ ഒരു നമ്മൾ ടു അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണ് സോ ആസ് കൊടുത്തേണ്ടത്. അർത്ഥം തന്നെയാണ്. ഹി വർക്ക്സ് ഹാർഡ് ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് ഹി ഡിസേർവ്സ് ടു ഗെറ്റ് എ ഹയർ പൊസിഷൻ. തനിക്ക് കൂടുതൽ ഉയർന്ന സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ കഠിനമായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ദീസ് ഡേയ്സ് വിമൻ ക്യാൻ ഡു എനിത്തിങ് എ മാൻ ക്യാൻ ഡു. ഈ കാലങ്ങളിൽ പുരുഷൻ ചെയ്യുന്ന അത്രയും കാര്യം സ്ത്രീക്ക് ചെയ്യാൻ കഴിയും. ഈവൻ ഷീ ക്യാൻ ഈവൻ ബി എ ജെറ്റ് പൈലറ്റ് ഇൻ ദ എയർഫോഴ്സ്. വേണമെങ്കിൽ അവൾക്കൊരു ജെറ്റ് എയർവേസിൽ പൈലറ്റ് വരെ ആയിത്തീരാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ്. മൈ കാർ ഹാഡ് എ പഞ്ചർ യെസ്റ്റർഡേ സോ. അവിടെ സോ ആണ്. സോ ഐ വാസ് ലേറ്റ് ഫോർ വർക്ക്. നെക്സ്റ്റ്. യു ഹാഡ് എ ബെറ്റർ വെയർ വാം ക്ലോത്ത്സ് ഇൻ കേസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡർ ടു നൈറ്റ്. ഓ, വാം ഇൻ കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാകുന്ന പക്ഷം, അങ്ങനെയാണെങ്കിൽ രാത്രി കൂടുതൽ തണുപ്പായി മാറുകയാണെങ്കിൽ നിങ്ങൾ വാം ക്ലോത്ത്സ് ധരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നെക്സ്റ്റ്. ഓൾ ദ ടെക്നിക്കൽ പ്രോബ്ലംസ് ഹി ഹാഡ് വിത്ത് കമ്പ്യൂട്ടർ ഹി മാനേജ്ഡ് ടു സെൻഡ് ദ ഇമെയിൽ. ഡെസ്പൈറ്റ് ആണ്, ഉണ്ടായിരുന്നിട്ടും. ഡെസ്പൈറ്റ് ഓൾ ദ ടെക്നിക്കൽ പ്രോബ്ലംസ് ഹി ഹാഡ് വിത്ത് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹി മാനേജ്ഡ് ടു സെൻഡ് ദ ഇമെയിൽ. അദ്ദേഹത്തിന് ഇമെയിൽ അയക്കാൻ കഴിഞ്ഞു. ഇനി 22nd. ഈവൻ ദോ ആണ് വരിക. ഈവൻ ദോ എങ്കിൽ പോലും. ഈവൻ ദോ ഇറ്റ് വാസ് സമ്മർ ദ നൈറ്റ്സ് വേർ ചില്ലി. സമ്മർ ആണെങ്കിൽ പോലും രാത്രി നല്ല ചില്ലിയാണ്, തണുപ്പേറിയതാണ്. ഓക്കെ, സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. ജിമ്മി കാൻറ്റ് റീഡ് വെൽ. ജിമ്മിക്ക് നന്നായി വായിക്കാൻ കഴിയൂല. സ്റ്റിൽ ഹീസ് എ സ്കിൽഫുൾ വർക്കർ. എന്നിട്ടും ഇപ്പോഴും അയാൾ നല്ല സ്കില്ലുള്ള വർക്കറാണ്. ഷീ ഫെൽറ്റ് കോൾഡ്. ഷീ വാസ് വെയറിങ് എ വിൻ്റർ കോട്ട്. ഷീ ഫെൽറ്റ് കോൾഡ്. എന്താ ഷീ ഫെൽറ്റ് കോൾഡ് എന്ന് പറഞ്ഞാൽ? ഓൾദോ ഷീ വാസ് വെയറിങ് എ വിൻ്റർ കോട്ട്. അവൾക്ക് തണുപ്പ് തോന്നി. ഷീ വാസ് വെയറിങ് എ വിൻ്റർ കോട്ട്. അവൾ ഒരു തണുപ്പിന് ധരിക്കുന്ന കോട്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത് എങ്കിലും അവൾക്ക് നല്ല തണുപ്പ് തോന്നി ആണ് പറയുന്നത്. ഓൾദോ എന്നിരുന്നാലും. ഇറ്റ് ഈസ് എ സ്മോൾ ഹൗസ് ആൻഡ് റിക്വയർസ് എ ലോട്ട് ഓഫ് റിപ്പയേഴ്സ്. ഇറ്റ് ഈസ് എ ലോങ് വേ ഫ്രം ദ സെൻറ്റർ. ഇറ്റ്സ് എ സ്മോൾ ഹൗസ്, ഒരു ചെറിയൊരു ഹൗസാണ്. റിക്വയർസ് എ ലോട്ട് ഓഫ് റിപ്പയേഴ്സ്, ഒരുപാട് റിപ്പയറുകൾ അതിനാവശ്യപ്പെടുന്നുണ്ട്. അവിടെ എന്താണ് ആൻസറായി വരിക? മോർ ഓവർ, കൂടാതെ ഇറ്റ് ഈസ് എ ലോങ് വേ ഫ്രം ദ സെൻറ്റർ. ഓക്കെ, എവരിബഡി ഹാസ് ഹേർഡ് അബൌട്ട് ഐൻസ്റ്റീൻ. എല്ലാവരും ഐൻസ്റ്റീനെ കുറിച്ച് കേട്ട് കഴിഞ്ഞിരിക്കും. ബട്ട് ഹാർഡ്ലി എനി വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹീസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആപേക്ഷിക സിദ്ധാന്തം ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നവർ വളരെ വളരെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ. മദർ ഡിഡിൻറ്റ് ഹാവ് ടൈം ടു ഗോ ഇൻ ദ സ്റ്റോർ. അമ്മക്ക് സ്റ്റോറിൽ പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. കോൺസിക്വൻ്റ്ലി അതിനെ തുടർന്ന് ദർ ആർ നോ മിൽക്ക് ഇൻ ദി റെഫ്രിജറേറ്റർ. ഫ്രിഡ്ജിൽ എന്തില്ല? പാലില്ല. ഓക്കെ, നെക്സ്റ്റ്. ഹുസ്ന വാസ് ഇൻ പെയിൻ. ഹവർ ഷീ ഡിഡ് നോട്ട് ടെൽ എനി വൺ ഓഫ് ഹെർ പ്രെഡിക്മെൻറ്റ്. പ്രെഡിക്മെൻറ്റ് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹുസ്നക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു. ഹവർ എന്നിരുന്നാലും അവൾ ആരോടും തൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞില്ല. സ്മോക്കിംഗ് വിൽ നെവർ ബി ഗിവൺ അപ്പ്. സ്മോക്കിംഗ് ഗിവൺ അപ്പ് ചെയ്യാൻ ഒരിക്കലും
ഗിവണപ്പ് ചെയ്യൂല, അഥവാ ഉപേക്ഷിക്കൂല. ആസ് ലോങ് ആസ് ടുബാക്കോ ഇൻഡസ്ട്രി ത്രൈവ്സ്. ഈ ടുബാക്കോ പുകയില വ്യവസായം തഴച്ച് വളർന്നിടത്തോളം കാലം സ്മോക്കിംഗ് ആളുകൾ ഉപേക്ഷിക്കൂല, ഒരിക്കലും ഉപേക്ഷിക്കൂല എന്നാണ് പറയുന്നത്. ആസ് ലോങ് ആസ് അത്രത്തോളം കാലം. ഓക്കെ, അടുത്ത 30. ഹി ഗോട്ട് മാരിഡ് ടു റിച്ച് വുമൺ. അയാൾ സമ്പന്നയായ ഒരു യുവതിയെ കല്യാണം കഴിച്ചു. ഹി ഗിവ് അപ്പ് ഈസ് ജോബ്. അയാൾ തൻ്റെ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. ആസ് സൂൺ ആസ് പെട്ടെന്ന്. ആസ് സൂൺ ആസ് ഹി ഗോട്ട് മാരിഡ് ടു ദ റിച്ച് വുമൺ ഹി ഗോട്ട് ഗിവ് അപ്പ് ഈസ് ജോബ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പിൻ്റെ V2 ആണ്, ഉപേക്ഷിക്കുന്ന അർത്ഥം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ദ ഓൾഡ് വുമൺ വാക്ക്ഡ് കെയർഫുള്ളി വിത്ത് ഹെർ ഹെവി ലോഡ്. ആ ഓൾഡ് വുമൺ എന്ത് ചെയ്തു? വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവൾ ആ ഹെവി ലോഡുമായിട്ട് നടന്നത്. ലെസ്റ്റ് ഷീ ഷുഡ് ഫോൾ. ലെസ്റ്റ് പറഞ്ഞാൽ ആകാത്ത പക്ഷം, അവൾ വീഴാത്ത പക്ഷം അവൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവൾ നടന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇൻസ്പൈറ്റ് ഓഫ് ബീങ് ഹംഗ്രി ഷീ കുഡിൻറ്റ് ഈറ്റ് ഫുഡ് സെർവ്ഡ് ഇൻ ദാറ്റ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ആയിരുന്നിട്ടും, വിശപ്പുണ്ടായിരുന്നിട്ടും ഷീ കുഡിൻറ്റ് ഈറ്റ് ഫുഡ്, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. സെർവ്ഡ് ഇൻ ദാറ്റ് റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞില്ല. സം സയൻറ്റിസ്റ്റ് ബിലീവ് ദാറ്റ് ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് ആർ ഇൻക്രീസിങ്. ചില സയൻറ്റിസ്റ്റുകൾ വിശ്വാസം ആഗോള താപനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ കോൺസിക്വൻ്റ്ലി അതിൻ്റെ ഭാഗമായിട്ട് ഐസ് ഈസ് മെൽറ്റിംഗ് അറ്റ് ദ പോൾസ്. നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ ഐസ് മലകൾ, ഐസ് ബോർഗുകൾ പിന്നെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. 34. ഇൻസ്പൈറ്റ് ഓഫ് ദെയർ ഇൻഎക്സ്പീരിയൻസ്. ദെയർ ഇൻഎക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവക്കുറവ് ഉണ്ടായിരുന്നിട്ടും ദ ടീം വൺ ദെയർ മാച്ച്. ആ ടീം മത്സരം വിജയിച്ചു. ഹി സ്റ്റേയ്ഡ് അപ് ടു വാച്ച് ദ മാച്ച്. ഹി സ്റ്റേയ്ഡ്, അയാൾ എന്ത് ചെയ്തു? മാച്ച് വാച്ച് ചെയ്യാൻ വേണ്ടി അയാൾ സ്റ്റേ ചെയ്തു. ഈവൻ ദോ ഹി വാസ് റിയലി ടയേർഡ്. അയാൾ ശരിക്കും ക്ഷീണിച്ചു പോയിരുന്നു എന്നിരുന്നാലും. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് സിനോണിം എന്ന് പറയുന്ന അവസാന ഭാഗത്തേക്ക് പോവാം. ഈ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പര്യായ പദം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ പര്യായം, ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ അല്ലേ. അപ്പോൾ ഒരു വേർഡ് കൊടുത്തിരിക്കും, ആ വേർഡിൻ്റെ അതേ അർത്ഥം വരുന്ന പദം താഴെ കൊടുത്ത 4-5 വാക്കുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് കണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യനിനോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഗെറ്റ്, കിട്ടുക, നേടുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഗെറ്റ്. അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് അക്വയർ, നേടുക. ഇനി ഒമിറ്റ്, പിന്നെ ഒമിറ്റ് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക നമുക്ക് അർത്ഥം വരുന്ന വാക്കാണ്, പുറത്തേക്ക് തള്ളുക എന്ന് അർത്ഥം ഉണ്ട് കേട്ടോ. അതിൻ്റെതാണ് ഡിലീറ്റ്. അടുത്ത് പെർമിറ്റ്, പെർമിറ്റ് പറഞ്ഞാൽ അനുവദിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് അലൗ. ഇനി ലോണ്, ലോണ് പറഞ്ഞാൽ കടം നൽകുക, അല്ലെങ്കിൽ കടം, അതേ അർത്ഥം വരുന്ന വാക്കാണ് ലെൻഡ്, ലെൻഡ് കടം തരിക. ഓക്കെ, നെക്സ്റ്റ് അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കുക എന്നർത്ഥം, അതേ അർത്ഥം വരുന്ന വാക്കാണ് സ്റ്റഡി, പരിശോധിച്ച് പഠിക്കുക. ഡിസ്കവർ, കണ്ടെത്തുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഫൈൻഡ്. ഇനി പ്രീഷ്യസ്, വിലയേറിയ, അതേ അർത്ഥം വരുന്ന വാക്കാണ് വാല്യബിൾ. യുണീക്ക്, ഞാൻ പലപ്പോഴും പറയുന്ന വാക്കാണ് യുണീക്ക്. യുണീക്ക് അസാധാരണമായ, യുണീക്ക് ഒറ്റയായ, ഒന്ന് മാത്രമുള്ള, സിംഗുലർ. ബൾക്കി, കൂട്ടമായുള്ള, ബൾക്കി, അതർത്ഥം വരുന്ന വാക്കാണ് പോണ്ടുറസ്, പോണ്ടറസ്, കൂട്ടമായുള്ള. നെക്സ്റ്റ് അസിസ്റ്റ്, സഹായിക്കുക, അതർത്ഥം വരുന്ന വാക്കാണ് ഹെൽപ്പ്. ഇനി അഡ്വക്കേറ്റ്, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ പിന്താങ്ങ, അതർത്ഥം വരുന്ന വാക്കാണ് സപ്പോർട്ട്. ഇനി ഓതറൈസ്, ഓതറൈസ് ചെയ്യുക, അധികാരപ്പെടുത്തുക, അതർത്ഥം വരുന്ന വാക്കാണ് പെർമിറ്റ്. ഡിസൈഡ്, തീരുമാനിക്കുക, അതർത്ഥം വരുന്ന വാക്കാണ് ചൂസ്. ഇനി ഏർജ്, ഏർജ് പ്രേരിപ്പിക്കുക, അതർത്ഥം വരുന്ന വാക്കാണ് എൻകറേജ്. ടീച്ച്, പഠിപ്പിക്കുക, അതർത്ഥം വരുന്ന വാക്കാണ് എന്ത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേറ്റ്. ലേണ്, പഠിക്കാണ് കേട്ടോ, പഠിപ്പിക്കലല്ല, അവിടെ എഡ്യൂക്കേറ്റ് ശരിയാവുള്ളൂ. ഇനി ഡിറ്റർമിൻ, തീരുമാനിച്ച് ഉറപ്പിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് അസർട്ടൈൻ. ഓക്കെ, ഡിറ്റർമിൻ, യെസ്. നെക്സ്റ്റ് പിന്നെ എസ്റ്റാബ്ലിഷ്, എസ്റ്റാബ്ലിഷ്, സ്ഥാപിക്കുക, അർത്ഥം വരുന്ന വാക്കാണ് ക്രിയേറ്റ്. ഇനി നെക്സ്റ്റ് ഫ്ലൈ, ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, അതർത്ഥം വരുന്ന വാക്കാണ് സോറ്. ഓക്കെ, ബ്ലെസ്സിങ്, ബ്ലെസ്സിങ് അനുഗ്രഹം,
അതേ അർത്ഥം വരുന്ന വാക്കാണ് ബെനിഡിക്ഷൻ. ഓക്കെ. ഇനി ട്രൈ, അർത്ഥം വരുന്ന വാക്കാണ് അറ്റംപ്റ്റ്. ട്രൈ എന്ന പരിശ്രമിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ടിൽ, അമ്പരക്കുക, പേടിച്ച് അമ്പരക്കുക വരുന്ന വാക്കാണ് ഫ്രൈറ്റൻ. അറ്റർ, ഉച്ചരിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് സേ. ത്രില്ല് അറിയാലോ, അതേ അർത്ഥം വരുന്ന വാക്കാണ് എക്സൈറ്റ്. ഇനി റക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ ഛേദം, കപ്പൽ തകരുക, അതുമായി ബന്ധപ്പെടുന്ന വാക്കാണ്. അതേ അർത്ഥം വരുന്നൊരു വാക്കാണ് ക്രാഷ്. ഇനി അബാൻഡൻ വേണ്ടെന്ന് വെക്കുക, ത്യജിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഡിസേർട്ട്. ഇനി സ്മാഷ് അടിക്കുക, അടിച്ച് തകർക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ക്രഷ്. നെക്സ്റ്റ് നെയിം, പേര് വിളിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ലേബൽ. ക്രാക്ക് വിള്ളലുണ്ടാക്കുക, അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് സ്പ്ലിറ്റ്. ബോസ്റ്റ്, പുകഴ്ത്തുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ബ്രാഗ്. ഓക്കെ. സ്വെൽ എന്ന് പറഞ്ഞാൽ വീർക്കുക, വലുതാവുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് എൻലാർജ്. ഡിഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് പോസ്റ്റ് പോൺ. ഇനി സീസ്, അവസാനിപ്പിക്കുക, നിർത്തുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് സ്റ്റോപ്പ്. ഇനി അബാൻഡൻ, നേരത്തെ പറഞ്ഞു, പിന്നെ ഉപേക്ഷിക്കുക, ത്യജിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഫോർസൈക്ക്, വേണ്ടെന്ന് വെക്കുക. ജേർമിനേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം തളിരിടുക എന്നാണ്, അതായത് മുളച്ച് പൊന്തുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് സ്പ്രൗട്ട്. ഇനി പ്രൊഹിബിറ്റ് വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ നിരോധിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഫോർബിഡ്, വിലക്കുക. ഇനി സിനോപ്സിസ്, സംഗ്രഹം, അതേ അർത്ഥം വരുന്ന വാക്കാണ് സമ്മറി. ഗ്രാഫിക്, വ്യക്തമായ, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഓബ്വിയസ്. ഷോ കാണിക്കുന്ന, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഗോറി. ഇനി അന്നിഹിലേറ്റ്, വേരോടെ പിഴുതെറിയുക, തകർക്കുക, നശിപ്പിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് ഡെസ്ട്രോയ്. ഇനി പാസിഫൈ, സമാധാനിപ്പിക്കുക, അതേ അർത്ഥം വരുന്ന വാക്കാണ് കാം. ഇനി സെക്യൂരിറ്റി, സുരക്ഷിതത്വം, അതേ അർത്ഥം വരുന്ന വാക്കാണ് സേഫ്റ്റി. ഓക്കെ. അടുത്തതായി പ്രിഡോമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം ഉള്ള, അർത്ഥം വരുന്ന വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് കമ്പാഷൻ, ദയ, അർത്ഥം വരുന്ന വാക്കാണ് കൈൻഡ്നസ്. അടുത്തത് ഫിക്ഷൻ, സാങ്കല്പികം, അർത്ഥം വരുന്ന വാക്കാണ് ഇമാജിനറി. അടുത്തത് ഫ്യൂജിറ്റീവ്, രക്ഷപ്പെടുന്ന, ഓടിപ്പോകുന്ന, അർത്ഥം വരുന്ന വാക്കാണ് എസ്കേപ്പിംഗ്. സോ ഇതോടെ നമ്മുടെ എക്സാമിനേഷൻ്റെ ഓറിയൻറ്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുവിധം ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് അയച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും എക്സാം ഏറെ വൈകാതെ അടുത്ത് തന്നെ ഉണ്ട്. അതിനുവേണ്ടി എല്ലാവരും സ്പെഷ്യൽ ടൈം, ഇനി ഒരു 1 hour ഒന്നുമല്ല, കൂടുതൽ സമയം തന്നെ ഓരോ ദിവസവും എടുത്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുക എന്നാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ മാത്രമല്ല ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. എങ്ങനെ ഫീൽ ചെയ്തു ഈ ഒരു ലെസൺ, ഈ ഒരു വീഡിയോ എന്നുള്ളത് ഒന്ന് അറിയിക്കൊണ്ടു. അപ്പോൾ ഞാനിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിശ്വാസത്തോടു കൂടി ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.